أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحة أزهر صلاة فثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر صلاة وتسير على المصطفى المختار خير البرية مصطفى جاني رحمت پیلا کو سلام مصطفى جاني رحمت پیلا کو سلام شمع بز میں ہدایت پہ لاکھوں سلام مصطفیٰ جانے رحمت پہ لاکھوں سلام. ആദരണീയരായ സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരീമാരെ, കരുണക്കടലായ പടച്ചുതമ്പുരാൻ നമ്മിൽ നിന്നും ഈ മഹത്തായ മജ്ലിസ് സമ്പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഈ നിമിഷം വരെ നമ്മിൽ നിന്നും വന്ന
വന്ന് ഭവിച്ചുപോയ സർവ പാപങ്ങളും പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവന്റെ ഇഷ്ടപ്രകാരമാണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും പടച്ച തമ്പുരാൻ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഭൂതകാംക്ഷികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വിജ്ഞാനത്തിന്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും പടച്ച തമ്പുരാൻ പറയപ്പെട്ട ഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദീർഘമായ ഒരു ആമുഖത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സാധാരണ പറയാറുള്ളത് പോലെ വളരെ ശ്രദ്ധയോടെ ഇതിന്റെ ആദ്യന്തം വീക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ വിഷയം എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടത് ഏറ്റെടുത്ത് എല്ലാവരും സ്വന്തം കുടുംബജീവിതത്തിൽ പകർത്തും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. എങ്കിലും ഏതെങ്കിലുമൊക്കെ ആളുകൾ അൽഹംദുലില്ലാഹ് ഇത് ഹൃദയം കൊണ്ട് കേൾക്കുകയും അവരുടെ ശിഷ്ടപ്രവർത്തനങ്ങളിൽ ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസം നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നു. കാരണം പ്രഭാഷണങ്ങൾക്കൊരു പഞ്ഞവുമില്ല, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല. കേൾക്കുന്നതിന്റെ കൂടുതലാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര കണ്ട് പ്രഭാഷണങ്ങൾ കുറയ്ക്കണ്ട, കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനുകാലികമായി ഓരോ ചുവരെഴുത്തുകളും വായിക്കുമ്പോൾ ദുഃഖകരമായ വാർത്തകൾ കൊണ്ട് ഹൃദയം നുറുങ്ങുന്ന രൂപത്തിലുള്ള വല്ലാത്ത വേദനയുള്ള വിഷയങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാ ആത്മീയമായ അധപതനങ്ങളിൽ നിന്നും പടച്ച തമ്പുരാൻ കാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതിന് വരുന്ന മുഴുവൻ വിഷയങ്ങളിൽ നിന്നും എന്തെല്ലാം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്ന് നിൽക്കാനുള്ള ഒരു ആത്മീയ ഉന്നതിയും ഒരു ഉൾക്കരുത്തും പടച്ച തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ പേടിക്കേണ്ട ഒരു കാലഘട്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ഉമ്മ പെങ്ങന്മാരോട്, യുവതി യുവാക്കളോട് ഏറ്റവും ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വല്ലാതെ പേടിക്കേണ്ട കാലഘട്ടം. പഴയ കാലഘട്ടത്തിലൊക്കെ സാലിഹ്യങ്ങളായി അല്ലെങ്കിൽ അവരുടെയൊക്കെ വെളിച്ചം ഉണ്ടായി അവരുടെ തണലിലൂടെ കഴിഞ്ഞുപോയി. പാപത്തിന്റെ വാതായനങ്ങൾ, അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ പരിസരങ്ങളും മൊത്തവും പാപ മലീമസമായിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അകത്തളം ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ ഉൾപ്പെടെ, മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാ സോഷ്യൽ മീഡിയകളും എല്ലാ സംവിധാനങ്ങളും ഒക്കെ പാപത്തിലേക്ക് 90% വലിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കുക എന്നതിനെ കുറിച്ച് കൂടുതൽ കൂലങ്കഷമായി വേദനയുടെ ഗൗരവത്തോടെ ഈമാനിൻ്റെ ഒരല്പമെങ്കിലും അന്തരംഗത്തുള്ള ആളുകൾ ചിന്തിക്കേണ്ടുന്ന ഗൗരവമുള്ളൊരു കാലഘട്ടം. പടച്ച തമ്പുരാൻ നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ കേട്ടോ വല്ലതും പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത് വല്ലതും കേട്ടോ എന്നാണ് ചോദിച്ചത്. കേൾക്കാൻ പാടില്ല. കേൾക്കുന്ന കാര്യം തന്നെ പിന്നെ പതുക്കെ പറയുള്ളൂ, ഉറച്ചല്ലേ പറയുള്ളൂ. അല്ലാഹു തആല ബർക്കത്തിമാറാകട്ടെ. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കിന്ന്. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ സാങ്കല്പികമാകാം, ഒരു ചെറിയൊരു കഥയിലൂടെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അന്ധയായ ഒരു പെണ്ണ്, ജീവിതത്തിൽ ലോകത്തിന്റെ സൗകുമാരികതകൾ അവൾ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പ്രകാശവും ഇരുളും ഒന്നുപോലെ.
വെളിച്ചം എന്താണെന്ന് ജീവിതത്തിൽ അറിയാത്ത അന്ധയായ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പെണ്ണ്, ഒരു യുവതിയായ ഒരു പെണ്ണ്. അവൾക്ക് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട മാതാവിനെ അവൾ ഒരു വട്ടം കണ്ടിട്ടില്ല. അവൾക്ക് വേണ്ടി അധ്വാനത്തോടെ മുന്നോട്ട് പോകുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണാൻ അവൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ആകാശത്തിന്റെ നീലിമയും കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളുടെ കളകളാരവവും അതിന്റെ സുന്ദരമായ കാഴ്ചയും ലോകത്തിന്റെ ഒരു ഛായാചിത്രവും അവൾ കണ്ടിട്ടില്ല. അവളുടെ ജീവിതം വല്ലാത്ത ദുസ്സഹമായി മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് തന്നെ സ്വന്തം ജീവിതത്തോട് വല്ലാത്ത വെറുപ്പായി. എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് ഒടുക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു നിരാശാബോധം, ഒരു നിരാശ അവളുടെ ജീവിതത്തിൽ കടന്നുകൂടി. അവൾ സ്വന്തം ജീവിതം എന്നേക്കുമായി തീർക്കാനുള്ള തയ്യാറെടുപ്പോടെ മുന്നോട്ട് പോകുമ്പോൾ ആരോ ഒരാൾ അവളുടെ കയ്യിലേക്ക് വന്നു പിടിച്ചു. ആ വന്നു പിടിച്ച ആള് ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന, തന്റെ ബലഹീനതകളെ ഇഷ്ടപ്പെടുന്ന, തന്റെ പ്രയാസങ്ങൾക്ക് പരമാവധി സന്തോഷം നൽകാൻ പറ്റുന്ന ഒരു യുവാവ് അവളുടെ കയ്യിലേക്ക് വന്ന് പിടിക്കുകയാണ്. അവൻ പറയുകയാ, നീ വിഷമിക്കണ്ട, നീ ജീവിതത്തിൽ പ്രയാസപ്പെടണ്ട, നിനക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും ഞാൻ നൽകാം, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നൽകാം. നിഴല് പോലെ തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസിയെ പോലെ കണ്ട് ആ പെണ്ണിനോടൊപ്പം ആ യുവാവ് സഞ്ചരിക്കുകയാണ്. ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ ഒടുക്കണമെന്ന് തീരുമാനിച്ച ജീവിതയാത്ര പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പുലരിയുടെ പ്രഭാതത്തിന്റെ പ്രതീക്ഷ അവളിൽ നാം വിടുകയാണ്. എനിക്കിനിയും ജീവിക്കണം, എന്നെ സ്നേഹിക്കാൻ ആളുണ്ട്, എന്നെ പരിപാലിക്കാൻ ആളുണ്ട്, എനിക്ക് സഹായം നൽകാൻ ആളുണ്ട്, എന്റെ രണ്ട് കണ്ണുകൾ പോലെ കാഴ്ച പോലെ എന്നെ കൊണ്ടുപോകാൻ ഒരു യുവാവുണ്ട്. അങ്ങനെ ജീവിതത്തിൽ സന്തോഷം തളിരിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ അവളോട് പറയുകയാ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയാൽ എന്നെ ഭർത്താവായി നിനക്ക് സ്വീകരിക്കാൻ സന്നദ്ധതയുണ്ടോ, അതിന് നിനക്ക് താല്പര്യമുണ്ടോ? ഉടനെ തന്നെ അവള് പറഞ്ഞു, എന്തായിരുന്നാലും ഞാനത് ചെയ്യും, എന്തായിരുന്നാലും ഞാനത് ചെയ്യും. കാരണം എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ഈ ഭൂമിയിൽ വെളിച്ചം കാണാൻ എനിക്ക് കണ്ണ്, ഏതെങ്കിലും നിലയ്ക്ക് എനിക്ക് കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അങ്ങ് മാത്രമാണ്. എനിക്ക് 100 വട്ടം സമ്മതമാണ്. കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ഒരു ദിവസം അവളെ തേടി ഒരു സുവിശേഷമെത്തി. ആരോ ഒരാൾ തന്റെ 2 കണ്ണുകൾ അവൾക്ക് ദാനം ചെയ്തു. ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ് തുള്ളിച്ചാടി ലോകത്തിനെ ആദ്യമായി അവൾ കാണാൻ പോവുകയാ. ആ കണ്ണുകൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നുപോയി. ആ കണ്ണുകളെ സ്വീകരിച്ചു. ആ കണ്ണിന്റെ പുറത്ത് വെച്ചിട്ടുള്ള കെട്ടഴിച്ചു. ആ കണ്ണിന്റെ പുറത്ത് വെച്ചിട്ടുള്ള ആ പരുത്തി മാറ്റിവെച്ചു. അവൾ ആദ്യമായി മിഴി തുറക്കുകയാ. തുറക്കുമ്പോൾ വെളിച്ചമെന്ന അത്ഭുതം ആദ്യമായി കാണുകയാണ്. അവൾക്ക് ഈ ലോകം ഒരു കുട്ടി പറന്നു വീണതുപോലെ അത്ഭുതമായി ഓരോ രംഗങ്ങളും, ഓരോ കാഴ്ചയും, ഓരോ വസ്തുക്കളും, ഓരോ വിഷയങ്ങളും അവർക്ക് അത്ഭുതമായി. അവളിങ്ങനെ ഈ വിശാലമായ ഭൂമി ഇങ്ങനെ നോക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പരിസരത്തുള്ള ആളുകളോട് ചോദിക്കുകയാ, തന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാ, എന്നോടൊപ്പം സഞ്ചരിച്ച, എന്റെ കൈപിടിച്ച് നടന്ന, എന്റെ എല്ലാമായ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി എവിടെയാ? ആ വ്യക്തി എവിടെയാ? അദ്ദേഹം ഈ പെണ്ണിത് ചോദിച്ചപ്പോൾ പരിസരത്തുണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട ആരോ ഒരു ലെറ്റർ കൊടുക്കുകയാണ്. ആ ലെറ്റർ തുറന്നു വായിച്ചപ്പോൾ, എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസിക്ക്, എന്റെ സഹധർമ്മിണിയാകാൻ, എന്റെ ജീവിതത്തിൽ സഖിയാകാൻ ഞാൻ കൊതിച്ച പെണ്ണെ, ഞാൻ തന്നെയാണ് ഇത് എഴുതുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, അവൾ സുന്ദരമായ ലോകത്തെ കാണാൻ തുടങ്ങി. ആ ലെറ്ററിന്റെ വരികൾ വായിക്കുകയാ. എന്താണ് ആ ലെറ്ററിൽ നിന്ന് അവളെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുത? നീ എന്നോട് ഒരു എഗ്രിമെന്റ് ചെയ്തായിരുന്നു,
നീ എന്നോട് എഗ്രിമെന്റ് ചെയ്തായിരുന്നു, നിനക്ക് കാഴ്ച എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു ഭർത്താവായി ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഞാനിതാ സന്നദ്ധനാണെന്ന് പറഞ്ഞ് ആ സന്തോഷ വാർത്ത അവളെ അറിയിച്ചപ്പോൾ എന്നിട്ട് അവസാനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ പറയുകയാ, എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, എനിക്ക് ചെറിയൊരു ബലഹീനതയുണ്ട്, അത് ഞാൻ പുറകെ പറയാം. അങ്ങനെ ആ സഹോദരൻ, ആ പ്രിയപ്പെട്ട തനിക്കെല്ലാമായ സഹോദരൻ തനിക്ക് കൊടുത്ത ലെറ്ററിന്റെ മുമ്പിൽ പരിഭവിച്ചു നിൽക്കുകയാ. ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ആളിനുള്ള പ്രയാസം എന്താ, അയാൾക്കുള്ള പരിധി എന്താ, അയാൾക്കുള്ള പ്രതിസന്ധി എന്താ? പരിസരത്ത് പലരോടും ചോദിക്കുകയാ. അവര് പറഞ്ഞു, നീ സ്വീകരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് കാഴ്ചയില്ലാത്ത ആളാ. നിന്റെ ജീവിതത്തിലെ കിണയായി നീ സ്വീകരിക്കാൻ തയ്യാറ് ചെയ്തു വെച്ചിട്ടുള്ള, നിന്നെ കൈപിടിച്ചു നടന്നിട്ടുള്ള ചെറുപ്പക്കാരന് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാ. ഉടൻ തന്നെ അവളുടെ നിറം മാറുകയാ. കാഴ്ച ശക്തിയുള്ള ഞാൻ ഒരു കാഴ്ചയില്ലാത്ത ആളിനെ എങ്ങനെയാ ജീവിതത്തിന്റെ ഒടുക്കം വരെ എന്നോടൊപ്പം ഒരുമിച്ച് കൊണ്ടുപോവുക? അത് ഒരിക്കലും പോസിബിൾ അല്ല, അതൊരിക്കലും സാധ്യമല്ല. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നമുള്ള പെണ്ണ, അതുകൊണ്ട് അന്ധനായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം എനിക്ക് നടന്നു നീങ്ങാൻ എനിക്ക് യാതൊരു മനസ്സുമില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചു വെച്ച കാര്യം ഇവിടെ ഇതാ തച്ചുടച്ചു കളയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ആ പരിസരത്ത് മാറി നിന്ന് കേട്ട ആ ചെറുപ്പക്കാരൻ ഭിത്തിയുടെ ഓരം ചേർന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങി നീങ്ങുമ്പോൾ മറ്റൊരാൾ ആ പെണ്ണിനോട് പറയുകയാ, നിനക്കറിയുമാ പെണ്ണെ, അന്ധനായ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അയാൾക്ക് അന്ധത ബാധിച്ചു പോയത്? നിന്റെ കണ്ണിൽ ലോകം കാണുന്ന കണ്ണുകളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ 2 കണ്ണുകളാ ഇപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ കാഴ്ചയുള്ള ചെറുപ്പക്കാരന് നിനക്ക് കാഴ്ചയ്ക്ക് വേണ്ടി അയാൾ അന്ധത സ്വീകരിക്കുകയും നിന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതുകൊണ്ട് ലോകം ഇരുളായി സ്വീകരിക്കുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാ. ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്, എനിക്ക് വിശദീകരിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല. ജീവിതത്തിൽ ഒരുപാട് ത്യാഗം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരാറ് ചെയ്യുകയാ. പ്രിയപ്പെട്ട വലിയാകുന്ന പെൺകുട്ടിയുടെ ഉപ്പ കൈപിടിച്ചുകൊണ്ട് ഭർത്താവാകുന്ന അല്ലെങ്കിൽ തന്റെ മരുമകനാകുന്ന സഹോദരന്റെ പിന്നിൽ കൈപിടിച്ചേൽപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരുപാട് നാളത്തെ കണ്ണീരും വിലാപവും പ്രയാസങ്ങളുടെയും ഒരു പുതുപുലരിയായി തന്റെ പ്രിയപ്പെട്ട മകളെ തന്നിലേക്ക് തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാ, നിനക്ക് വേണ്ടതെല്ലാം നൽകി, നിനക്ക് വേണ്ടി എല്ലാം ത്യജിച്ച്, നിനക്ക് വേണ്ടി പ്രിയപ്പെട്ട നാടിനെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാസമെന്ന് കടം വാങ്ങി കടൽ കടന്ന് കടന്നുകൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവരോട് പ്രവാസികളടക്കമുള്ള നിന്റെ ഭർത്താവ് ഒന്നാലോചിച്ചു നോക്കണം പെങ്ങളെ. നിനക്ക് വേണ്ടി എന്തെല്ലാം ത്യജിക്കാൻ തയ്യാറായപ്പോഴും ആ ത്യാഗങ്ങളെ കാണാൻ കണ്ണില്ലാതെ പോയ ഒരു പുതിയ തലമുറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെയുള്ള വേദനയുള്ള വാർത്തകളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്നു എന്നുള്ള ഒരു ചർച്ച മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു ചിന്താഗതി? പല ആളുകളും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു തീമ വിവാഹ ജീവിതത്തിലില്ല. ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സുഖം മാത്രം, സന്തോഷം മാത്രം, ദുഃഖമില്ലാത്ത സാന്ദ്രമായ ഒരു അവസ്ഥയില്ലാതെ സന്തോഷം മാത്രം ഏറ്റവും അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഒരൊറ്റ കുടുംബ ജീവിതത്തിലുമില്ല. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാസർഗോഡ് തന്നെയാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല ആർജവമുള്ള ചെറുപ്പക്കാരും അനുരാഗികളുള്ള ഒരു സദസ്സായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, ഒരുപാട് സദസ്സിൽ നിന്ന് ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകൾ പോലെ പ്രവാചകന്റെ പേരിൽ കേൾക്കുന്ന സ്വലാത്ത് കേട്ടുകൊണ്ട് പലപ്പോഴും സന്തോഷിച്ചിട്ടുള്ള ഒരാളാ. അതുകൊണ്ട് ഞാൻ ബോധപൂർവം തന്നെ ചോദിച്ചത് കാസർഗോഡ് ആണോ എന്ന്. മുഹമ്മദ് മുസ്തഫ സലാത്തിന്റെ മഹത്വമൊന്നും കൂടുതൽ നിങ്ങളോട് പറയേണ്ടതില്ല. എങ്കിലും അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്തിന്റെ ശബ്ദം ഇതുപോലെ ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകൾ പോലെ അന്തരാളത്തിൽ നിന്നും പ്രവാചക പ്രവീണരുടെ സുന്ദരമായ അനുരാഗത്തിന്റെ അനന്തകോടി അശ്രുഗണങ്ങൾ വീണ് അനുഗ്രഹീതമായി കിടക്കുന്ന പുണ്യമായ മദീന, ആ മദീനയുടെ പരിസരത്തേക്ക് സ്വലാത്ത് ചെല്ലണം. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ കുടുംബ ജീവിതത്തിൽ പോലും ചില അസാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, ചില ദുഃഖസാന്ദ്രമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതെങ്ങനെയാ പരിഹരിച്ചു തന്നിട്ടുള്ളത്? അതെങ്ങനെയാ കുടുംബജീവിതമെന്ന് സുന്ദരമായ സ്ഫടിക സമാനമായ പ്രഫുല്ലമായ ആ ഒരു പ്രതലത്തെ എങ്ങനെയാ പ്രവാചകൻ പരിചരിച്ചത് എന്നുള്ള പാഠമാ ആധുനിക മനുഷ്യന് പഠിക്കേണ്ടത്. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സുഖങ്ങളുടെ മേച്ചിപ്പുറങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് വിവാഹം കഴിക്കല്ലേ. കാരണം ഒരുപാട് സാലിഹ്യങ്ങളും ഒരുപാട് മഹാന്മാരും ഒരുപാട് മഹത്വക്കളും ജീവിത സഖിയോടത്തുള്ള യാത്രയിൽ ദുഃഖങ്ങൾ ഒരുപാട് പേറിയ ആളുകളാ, ക്ഷമയോടെ മുന്നോട്ട് പോയ ആളുകളാ. അവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റും. ഒരുപാട് സ്വാലിഹ്യങ്ങൾ വൈവാഹിക ജീവിതത്തെ കുറിച്ച് പല നിലക്കുള്ള ഉപമകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അനുപേക്ഷണീയമായ ഒരു ഉപമ ഞാൻ എടുക്കുകയാ. വിവാഹ ജീവിതം, കുടുംബ ജീവിതം ഒരു നൗകയിലൂടെയുള്ള യാത്ര പോലെയാ, ഒരു കപ്പലിലൂടെയുള്ള യാത്ര പോലെയാ. അല്ലാഹുവേ, ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം എന്തെന്നറിയാതെ തമ്മിൽ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയും ഏതെല്ലാമോ പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഓഫീസിന്റെ മേശപ്പുറങ്ങളില് അതാ തൊലാഖിന്റെ ചീട്ടുകൾ വന്ന് നിറയുകയാ, അപേക്ഷകൾ വന്ന് നിറയുകയാ. ഏതെല്ലാമോ മേശക്കപ്പുറവും ഇപ്പുറവും ചർച്ചകൾ നടക്കുകയാ. വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. തമ്മിൽ തല്ലലായി, തർക്കമായി, പ്രശ്നമായി, പ്രതിസന്ധിയായി, ലോകം മുഴുവനും അപഹാസ്യരായി അല്ലാഹു ചേർത്ത് തന്ന പ്രിയപ്പെട്ട ഇണകൾ 2 ഭാഗത്തേക്കും പറന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തപൂർണമായ കാലഘട്ടമല്ലയോ? ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ജീവിതത്തിൽ പോലും ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം മാത്രം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സന്തോഷമാ. ദുഃഖം എന്ന് പറയുന്ന ഒരു അംശം പോലും ഇല്ല. സന്തോഷത്തിന്റെ തേരിലേറി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാ കുടുംബജീവിതത്തിൽ മുഴുവനുമുള്ളത് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അതിനുവേണ്ടി ആരും പെണ്ണ് കെട്ടാനും നിൽക്കണ്ട, കല്യാണം കഴിക്കാനും നിൽക്കണ്ട. അപകടം. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരു കപ്പല് പോലെയാണെന്ന് പറയാനുള്ള കാരണം എന്താ? പല മഹത്തുക്കളും വൈവാഹിക ജീവിതത്തെ ഉപമപ്പെടുത്തിയത് നൗകയോടാ, ഒരു കപ്പലിനോടാ, ഒരു തോണിയോടാ. എന്താ കാരണം? അലമാരകളെ ഭേദിച്ചുകൊണ്ടൊരു കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ, അലമാലകളെ ഭേദിച്ചുകൊണ്ടൊരു കപ്പൽ മുന്നോട്ട് പോകുമ്പോ അലമാലകൾ എപ്പോഴും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയില്ല. ചിലപ്പോൾ ആ സാഗരത്തിൽ കാറ്റും കോളും വരികയാ, ചിലപ്പോൾ ആ സാഗരത്തിൽ കാറ്റും കോളും വരികയാ. സഹോദരങ്ങളെ, ചിലപ്പോൾ അതാ പേമാരി തിമിർത്ത് പെയ്യുകയാ, ചിലപ്പോൾ ഓളങ്ങൾ രൗദ്രഭാവം സ്വീകരിച്ചുകൊണ്ട് ആർത്തിരമ്പി വരികയാ. അപ്പൊ കപ്പലിങ്ങനെ ആടിയുലയുന്നത് കാണാ, അപ്പൊ വള്ളം ഇങ്ങനെ ആടിയുലയുന്നത് കാണാ. എന്നാലോ ചില സമയത്ത് ശാന്തസുന്ദരമായ അവർണ്ണനീയമായ സുവർണ്ണനീയമായ ഒരു തീരം പോലെ സാഗരം മാറുകയാ. എന്ത് രസമാണ് ആ സമയത്ത് തോണി തുഴയാ, എന്ത് രസമാണ് ആ സമയത്ത് കപ്പലിലൂടെ മുന്നോട്ട് പോകാ. ജീവിതമെന്ന കപ്പലിലൂടെ മുന്നോട്ട് പോകുമ്പോ ചിലപ്പോ കാറ്റും കോളും വന്നിരിക്കും, ചിലപ്പോൾ അലമാലകൾ ഉയർന്നു വന്നിരിക്കും, ചിലപ്പോൾ പ്രയാസങ്ങൾ വന്നിരിക്കും, ചിലപ്പോൾ തർക്കങ്ങൾ വന്നിരിക്കും, ചിലപ്പോൾ സുന്ദരമായൊരു തീരം പോലെ ജീവിതമാകുന്ന യാത്ര മുന്നോട്ട് പോയെന്നിരിക്കും. എവിടെയാ കഴിവെന്നറിയുമോ? അത് തുഴയുന്ന തോണിക്കാരായ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ. ആ കപ്പലിന്റെ തുഴച്ചില് സാധാരണഗതിയിലുള്ളപ്പോൾ തുഴയുന്നത് പോലെയല്ല, അത് ആടി ഉലയുമ്പോൾ തുഴയേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാൻ പഠിക്കണം, പ്രയാസങ്ങൾ വരുമ്പോൾ ഇടപെടാൻ പഠിക്കണം. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയാ നമുക്ക് ആദ്യം തന്നെ പിഴച്ചു പോകുന്നൊരു സാഹചര്യം അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ്. നിങ്ങൾ ആമീൻ ഉറച്ചു പറയണം. വളരെ പരിശുദ്ധമായ ഒരു മാസത്തിന്റെ തുടക്കം, നല്ലൊരു സമയം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. അതിനെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ് വളരെ ഗൗരവത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്നത് കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ പല ആളുകളുടെയും പല നിലക്കുള്ള ചിന്തയാ, അല്ലേ? പല ആളുകളുടെയും പല നിലക്കുള്ള ചിന്തയാ. ചില ആളുകള് സാമ്പത്തിക ശേഷിയുള്ള പെണ്ണിനെ അന്വേഷിച്ചു പോകും. അവർക്ക് എന്തോ കിട്ടിയാലും ഒന്നും കുറഞ്ഞാലും വിഷയമില്ല, ദീനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല പണത്തിന്റെ പളപളപ്പുള്ള കാര്യമായ വിദേശത്തും സ്വദേശത്തും സ്വാധീനങ്ങളും സാമ്രാജ്യങ്ങളുമുള്ള ഒരു തറവാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കുറച്ച് ആളുകൾ. എല്ലാവരും. ചില ആളുകളോ കുറച്ച് പൈസ കുറഞ്ഞാലും വിഷയമില്ല, സാമ്പത്തികം കുറഞ്ഞാലും വിഷയമില്ല, ഗൾഫിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഒരു പീസിനെ കിട്ടണം, നല്ല കാണാൻ ഗ്ലാമറുള്ളൊരു പെണ്ണിനെ കിട്ടണം. ആര് കണ്ടാലും കൊതിക്കണം. അവന്റെ ചിന്ത അതെ, എല്ലാവർക്കും വേണ്ടിയിട്ടാവും പെണ്ണ് കിട്ടുന്നത്, അവന് വേണ്ടിയല്ല. അത് ആര് കണ്ടാലും കൊതിക്കണം എന്ന് പറയാനുള്ള കാരണം അല്ലാഹു തആല അത്തരത്തിലുള്ള അദാബുകളെ തൊട്ട് കാക്കുമാറാകട്ടെ. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. കാരണം എന്താ? പരസ്യ പലകയില് ഛായാചിത്രമായ പെണ്ണിനെ കൊണ്ടുപോകുന്ന ആളുടെ ചിന്ത അതാ. ഫാഷൻ ഷോയ്ക്ക് കൊണ്ടുപോകും. അവന്റെ ജീവിതത്തിലെ സമാധാനത്തിനല്ല, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനാണ് അവൻ പെണ്ണ് കിട്ടുന്നതെന്നാ ഈ ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നുന്നത്. അപ്പൊ സൗന്ദര്യം മാത്രം മാനദണ്ഡമാക്കുന്ന ആളുകൾ. ചില ആളുകളോ സൗന്ദര്യം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അതുപോലെ സാമ്പത്തികത്തിന്റെ വിഷയത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, പേര് കേട്ടാലും ഞെട്ടണം, അങ്ങനെയുള്ള തറവാടിത്തമുള്ള ഒരു പെണ്ണ്. നമ്മുടെ കാരണവന്മാർ ചിലപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വേണ്ട, അത് ആകത്തില്ല. കുടുംബം അവർക്കൊരു വിഷയമാണ്. ചില ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. 5 നേരവും അള്ളാഹുവിനെ ഭയപ്പെട്ട് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിനെ തഖ്വ ചെയ്യുകയും തന്റെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയും വീടിനെ വളരെ സുരക്ഷിതമായ തഖ്വയിലൂടെ മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന രൂപത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്ന കൽബുള്ള ഈമാനുള്ള ഒരു പെണ്ണിനെയായി എനിക്ക് ആവശ്യമെന്ന് ആർജവത്തോടെ മുന്നോട്ട് കടന്നു വരുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ അഭിപ്രായമല്ല, അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. എത്രയോ ഖുതുബയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിക്കാഹിന്റെ ഖുതുബയിലൂടെ കേട്ട ഹദീസ. തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസാൽ ലിമാലിഹാ വലി ജമാലിഹാ വലി നസബിഹാ വലി ദീനിഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചില ആളുകൾ പെണ്ണ് കെട്ടുന്നതിൽ മാലിഹ അവളുടെ മുതൽ കണ്ടിട്ട, മറ്റുള്ള ചിലരോ വലി ജമാലിഹ സൗന്ദര്യം നോക്കിയിട്ട, മറ്റുള്ള ആളുകളോ വലി നസബിഹ അവരുടെ കുടുംബത്തിന്റെ തനിമയും മഹിമയും നോക്കിയിട്ട. എന്നാൽ കുറച്ചാളുകൾ വലി ദീനിഹ അവരുടെ ദീൻ നോക്കിയിട്ട വൈവാഹിക ജീവിതത്തിന് വേണ്ടി ഒരു ഇണയ സഖിയെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അള്ളാന്റെ ഹബീബായ പ്രവാചകം പറയുകയാ, പണം ഒരു പ്രശ്നമല്ല കേട്ടോ, സൗന്ദര്യം ഒരു പ്രശ്നമല്ല കേട്ടോ, കുടുംബം ഒരു വിഷയമല്ല കേട്ടോ, ദീനെന്ന ഉന്നതമായ നിലവാരമുള്ള ഉത്തുംഗമായ പ്രകാശം കൊണ്ട് നീ രക്ഷപ്പെട്ടോ, ദീൻ മുറുകെ പിടിക്കുന്ന ഇണയെ തിരഞ്ഞെടുത്തോ. ഇതാണിനും പെണ്ണിനുമെല്ലാം ബാധകമായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഗൗരവത്തിൽ ആലോചിക്കണം. നല്ല മസിൽ പവറുള്ള ഒരാളിനെ കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ സ്വപ്നമെന്താ? സീരിയലും റിയാലിറ്റി ഷോയും മറ്റുള്ള സിനിമകളും ഫാഷൻ നൃത്തങ്ങളും എല്ലാം കണ്ടുകൊണ്ട് നിന്റെ മനസ്സിലുള്ള രൂപം ഏതോ സിനിമാ നടന്റെ ലൊക്കേഷൻ, സിനിമാ നടന്റെ രൂപമാ. ആ ചമൽക്കാരത്തിൽ നീ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരനെയാ. അവൻ കള്ളുകുടിയനായിരുന്നാലും പ്രശ്നമില്ല, അവൻ പെണ്ണുപിടിയനായിരുന്നാലും പ്രശ്നമില്ല, അവൻ കഞ്ചാവ് കുടിക്കുന്ന ആളായിരുന്നാലും പ്രശ്നമില്ല, അവൾ ഭാര്യയെ തല്ലുന്നവനായിരുന്നാലും പ്രശ്നമില്ല, അവൻ നാട്ടിലെ കുഴപ്പക്കാരനായിരുന്നാലും പ്രശ്നമില്ല. അവന് നല്ല മസിലുണ്ടാകണം, അവന് നല്ല ഹെയർ സ്റ്റൈൽ ഉണ്ടാകണം, അവന് നല്ല കാണാൻ ചെറുക്കുണ്ടാകണം, അവൻ ആര് കണ്ടാലും അവനെ ഒന്ന് നോക്കണം. എന്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ ഇത് ചൊങ്കനാണല്ലോ, നീ എത്ര ഭാഗ്യവതിയാ പെണ്ണേ എന്ന് മറ്റുള്ളവർ പറയുന്ന രൂപത്തിൽ സൗന്ദര്യധാമമായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പൊന്നുമോളെ, അത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിനും അല്ലാഹുവിന്റെ റസൂൽ ഉത്ബോധനം നൽകുന്നതിനും എതിരാ പൊന്നുമോളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ,
തീരുള്ള ഒരു ആണിനെ ആയിരുന്നാലും പെണ്ണിനെ ആയിരുന്നാലും ഒരു സഖിയെ നീ ഇഷ്ടപ്പെടണം, അതിനെ തെരഞ്ഞെടുക്കണം. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് കോടിക്കണക്കിനുണ്ടെങ്കിലും ഒരു തലവേദന വന്നാൽ തീർന്നു പോകുന്നതാ. ഏതെല്ലാം കുടുംബത്തിന്റെ മഹിമയുണ്ടോ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാ. ഏതെല്ലാം സൗന്ദര്യമുണ്ടോ ഒരു രോഗം വന്നാൽ തീരൂല്ലേ പൊന്നുമോനെ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തുള്ള ആ സുന്ദരമായ ആ മാർദ്ദവമുള്ള മുഖത്തുള്ള ആ പ്രകാശം ഒരു രോഗം വന്നാൽ തീർന്നു പോകില്ലേ? അവളൊന്ന് കിടപ്പായാൽ കഴിഞ്ഞു പോകില്ലേ? പക്ഷേ തീരാത്ത അമൂല്യമായ സമ്പത്തുണ്ട്. ആ സമ്പത്തിനെ മുറുകെ പിടിക്കാൻ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദീൻ മാനദണ്ഡമാക്കിയിട്ടുള്ള ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ അപജയം എന്താ? നമ്മൾ പാർക്കുന്നത് കർണാടകയിലല്ലോ, കേരളത്തിലല്ലേ? ആണോ അല്ലേ? നിങ്ങളും ഉണ്ടായിരുന്നിരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പറയാം, ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ആ ഒരു സിസ്റ്റം എന്റെ പ്രഭാഷണത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ഇങ്ങോട്ട് ഇങ്ങനെ വെടിവെച്ചോണ്ടിരിക്കണം, അപ്പോഴേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. 2 ഗോൾ പോസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കളിക്ക് റാഹത്തുണ്ട്. നിങ്ങൾ കാക്കളിയല്ല, ഇത് തീക്കളി. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങോട്ട് മാത്രം ഇങ്ങനെ ഗോളടിച്ചോണ്ടിരിക്കുക, ഇപ്പുറത്തെ ഗോൾ പോസ്റ്റിലോട്ട് ഒരു ഗോളും വരാതിരുന്നാലും സുഖമില്ല. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കേരളത്തിന്റെ സുന്ദരമായ സുമോഹനമായ പശ്ചാത്തലത്തെ കുറിച്ച് വളരെ പ്രൗഢിയോടെ പ്രതാപത്തോടെ ഉച്ചയിത്രം പ്രഖ്യാപിച്ചിരുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം, സമ്പൂർണ്ണമായ അഭ്യസ്തവിദ്യരായ ആളുകളാ കേരളത്തിലുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും സാക്ഷരതയിൽ പൂർണ്ണത ഭരിച്ചിട്ടുള്ള ആളുകളായ ഏതാണ്ട് 97% ആളുകളും അക്ഷരാഭ്യാസമുള്ളവരും വിദ്യാസമ്പന്നനുമാ. ഈ പുതിയ കാലഘട്ടത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിരുദങ്ങളുടെ അക്ഷരമാല കൂട്ടങ്ങളും സ്വന്തം പേരുമോടൊപ്പം എംബെഡ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരുപാട് യുവതികളും യുവാക്കളും കടന്നു പോകുമ്പോൾ, അതിരുകൾക്കപ്പുറം പോയി ബിരുദം വാങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ടിയിട്ട് പെടാപ്പാടുപെടുമ്പോൾ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരു കുറവില്ല. നമ്മുടെ കേരളത്തിന്റെ പുതിയ കണക്ക് പുറത്തു വന്നപ്പോൾ വിദ്യാസമ്പന്നരായ ഇത്രയും ആളുകൾ പാർക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ധാർമ്മികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കണക്ക് വന്നപ്പോൾ, സഹോദരങ്ങളെ, കുടുംബ കോടതികളിൽ വരുന്ന കണക്കുകൾ പുറത്തു വന്നപ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തില് വിദ്യാഭ്യാസം എന്തെന്നറിയാത്ത ആളുകൾ പാർക്കുന്ന ആ ഏരിയയേക്കാൾ നോർത്ത് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും അഭ്യസ്തവിദ്യരായ ആളുകൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഏതെല്ലാമോ പുറംപോക്കുകളിൽ താമസിക്കുന്ന ആളുകൾ ആ സ്റ്റേറ്റിനേക്കാളും ഈ കേരള മഹാസംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നതിന് അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വിദ്യാഭ്യാസത്തിന് കുടുംബജീവിതത്തിൽ സന്തോഷം നൽകാൻ പറ്റൂല എന്നാ മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതത്തിലെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും സന്തോഷം നൽകാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സുന്ദരമായ ഒരു കുടുംബജീവിതം കേരളത്തിൽ പാർക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതങ്ങൾ തകിടം മറന്നു പോകുന്നതും ശിഥിലമാകുന്നതും കേരളത്തിൽ തന്നെ ആ കണക്ക് അത്ഭുതപ്പെടുത്തുന്ന കണക്കാ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ കാരണം? പരസ്പര ധാരണയില്ല, മാനസികമായ അടുപ്പമില്ല, കുടുംബജീവിതമെന്ന സുന്ദരമായ തീരത്തെക്കുറിച്ചൊരാലോചനയില്ല. നമുക്കറിയാം, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന കുട്ടികളുമായി ഏറ്റവും കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുകയും ലോകത്ത് മുഴുവനും പിടിച്ചടക്കിയ വലിയ വിശാല മനസ്സുള്ള ഒരു മനുഷ്യൻ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ സ്വപ്നം കാണണം, എന്നിട്ട് ആ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ ചിറക് കൊടുക്കണം, എന്നിട്ട് ആ ചിറക് കൊണ്ട് ആകാശ സീമയിലേക്ക് പറന്നുയരണമെന്ന് ഒരുപാട് ഇന്ത്യയുടെ മാസ്റ്റർ ബ്രെയിനായ, ഇന്ത്യയുടെ മിസൈൽമാനം എന്നറിയപ്പെട്ട ഒരുപാട് ഫീൽഡുകളും മെഡലുകളും ലോകത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടിയ APJ അബ്ദുൽ കലാം തന്റെ ചരിത്രത്തിൽ തന്റെ ചെറുപ്പകാലത്തിൽ അനുഭവം പങ്കുവെക്കുകയാണ്. വളരെ വലിയൊരു പാഠം അതിലുണ്ട്. എന്താ APJ അബ്ദുൽ കലാം പറയുന്നത്? തന്റെ ചെറുപ്പകാലത്തിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അവർ സൂക്ഷ്മതയുള്ളവരായിരുന്നു. ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, അള്ളാഹുവിനെ പേടിയുള്ള ഉപ്പയും ഉമ്മയുമായിരുന്നു. രാമേശ്വരത്തെ സഹോദരങ്ങളെ, തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ
ആ ഉപ്പയും ഉമ്മയും രാത്രിയോടടുക്കുന്ന സമയം അത്താഴത്തിന് ഭക്ഷണവുമായി തന്റെ പ്രിയപ്പെട്ട ഉമ്മ എപിജെയുടെ ഉമ്മ അബ്ദുൽ കലാമിന്റെ ഉമ്മ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കലേക്ക് ഭക്ഷണവുമായി കടന്നു വരികയാണ്. ഉമ്മയുടെ മുഖത്തൊരു പരിഭവം, ഉമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. എന്താ കാരണം? തന്റെ പ്രിയപ്പെട്ട പിതാവിന് കൊണ്ടുവന്ന അന്ന് ചുട്ടുകൊണ്ടുവന്ന അന്ന് പാചകം ചെയ്തു കൊണ്ടുവന്ന റൊട്ടി കരിഞ്ഞുപോയി. ആ റൊട്ടി കരിഞ്ഞ റൊട്ടിയുമായിട്ട് പ്രിയപ്പെട്ട പിതാവിനെ സമീപിക്കുമ്പോൾ ആ പിതാവ് എന്തായിരിക്കും പറയുക? തന്റെ ഭർത്താവ് എന്തായിരിക്കും തന്നോട് പ്രതികരിക്കുക? ആ പരിഭവമായി ആ പ്രിയപ്പെട്ട ഉമ്മ നടന്നു നീങ്ങുന്നത് താൻ ചെറുപ്പകാലത്തിൽ കണ്ടത് മാലോകരോട് പങ്കുവെക്കുന്ന സുന്ദരമായൊരു മുഹൂർത്തം. വളരെ പേടിച്ച് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കലേക്ക് ഉമ്മ റൊട്ടി കൊടുത്തു. ആ കരിഞ്ഞുപോയ റൊട്ടി വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് പോലെ സന്തോഷത്തോടെ വാങ്ങിക്കടിച്ചു തന്റെ പ്രിയപ്പെട്ട പിതാവ്. മുഖത്തൊരു പരിഭവമില്ല, മുഖത്തൊരു പ്രയാസവുമില്ല, ഒരു ദുഃഖവും വന്നിട്ടില്ല. വളരെ സന്തോഷത്തോടെ ആ റൊട്ടി വാങ്ങിക്കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഉമ്മ പോയപ്പോൾ ഉപ്പ ഒറ്റക്കിരുന്നപ്പോൾ എപിജെ വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കുക, അല്ല ഉപ്പ, എന്തായിരുന്നാലും എനിക്കറിയാം ഉപ്പായിക്ക് ആ ഉണക്ക റൊട്ടി, ആ കരിഞ്ഞുപോയ റൊട്ടി അത് വല്ലാത്ത അരോചകമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഉപ്പ അത് സന്തോഷമായിട്ട് കഴിച്ചെങ്കിലും അത് ഉപ്പയ്ക്ക് കഴിക്കാൻ പ്രയാസമായിരുന്നു എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഉമ്മയോട് പ്രതികരിക്കാതിരുന്നത്? ഒരൊറ്റക്ഷരം പോലും അതിനെക്കുറിച്ച് ഉമ്മയോട് പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് എപിജെ അബ്ദുൽ കലാം എന്ന ഒരു പ്രതിഭ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ പ്രിയപ്പെട്ട മാതൃകയാകാൻ പറ്റിയ ഒരു പിതാവായ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കുമ്പോ ആ പിതാവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട കുടുംബിനികളെ, കുടുംബനാഥന്മാര്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കാൻ വേണ്ടി പറയുകയാ, നിസാര കാര്യത്തിന് വേണ്ടി തല്ലുണ്ടാക്കുന്നവര്, തനിക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് ഡ്രസ്സലക്കി കൊണ്ടുപോയി അയൺ ചെയ്തിട്ട് ആ അയൺ ചെയ്യുന്ന സമയം ഒരു ചിലവ് നൂരാത്തതില്ല അവളെ തല്ലുന്ന, അവളെ തെറി വിളിക്കുന്ന നാണം കെട്ട അള്ളാഹുവിന്റെ കോപത്തിരയാകുന്ന ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിക്കുമെന്ന് മോനെ. അവൾ അടുപ്പുകയുമായി കിടന്നിടങ്ങേറായിട്ട് നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, നിന്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ, വളരെ ത്യാഗസമ്പൂർണമായി കൊണ്ട് ജീവിതം നയിച്ചുകൊണ്ട് ആ ഭക്ഷണ തളികയിലേക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോ ഒരു ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ വളരെ മോശമായ വർത്തമാനങ്ങൾ പറയുന്ന ചെറുപ്പക്കാരാ, അതിൽ അല്പം എരിവ് കൂടിയതിന്റെ പേരിൽ എന്താ പെണ്ണ് എന്നും ഇന്ന് ഈ അവസ്ഥയാണല്ലോ, എന്താ ഈ മോശപ്പെട്ട രീതി എന്നൊക്കെ ചോദിച്ച് അവളെ കണ്ണീരിലാക്കുമ്പോൾ ആ പാവപ്പെട്ട പാവക്കുട്ടിയെ പോലെ എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടൊരു പെണ്ണായിട്ട് അവളെ നീ മാറ്റുകയാണോ? ആലോചിക്കണേ പ്രിയപ്പെട്ട തന്റെ പിതാവ് ആ ഉമ്മയോട് പറഞ്ഞതെന്താ? ആ ഉമ്മയോട് പ്രതികരിക്കാതിരുന്ന കാരണം തന്നോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? പൊന്നുമോനെ, അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ റൊട്ടിയാ, അവള് മനഃപൂർവ്വം കരിച്ച റൊട്ടിയല്ല. നിന്റെ ഉമ്മയാകുന്ന എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടാക്കിയതാ. ഈ റൊട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ, ഇതിന്റെ പേരിൽ എന്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിക്കുമ്പോൾ, നിന്റെ ഉമ്മയോട് മോശമായി ഞാൻ പെരുമാറുമ്പോൾ, ഈ റൊട്ടി ഞാൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്റെ പ്രയാസമുണ്ടല്ലോ, ആ പ്രയാസത്തിനേക്കാൾ വലിയ പ്രയാസം ഞാൻ നിന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തിയാൽ ഉമ്മയുടെ മനസ്സിലുണ്ടാകും. മോനെ, ഞാൻ ഈ റൊട്ടി കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ടല്ലോ, എനിക്കുണ്ടാകുന്നൊരു രുചിക്കുറവുണ്ടല്ലോ, അതിനേക്കാളും 10 മടങ്ങ് പ്രയാസവാ ഈ കരിഞ്ഞുപോയ റൊട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ നിന്റെ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്നത്. പൊന്നുമോനെ, സഹോദരങ്ങളെ, എത്ര വലിയ പാഠമാ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാ, റാഹത്തുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ഇഖ്ലാസോടെ ഉറച്ച ആമീൻ പറയണം. നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷമുള്ള എത്ര കുടുംബജീവിതക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പ്രയാസം. കല്യാണം കഴിഞ്ഞൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പുതിയാപ്പിളയോടും പുതിയോണിനോടും മോളെ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് ഉമ്മ, അടിപൊളിയല്ലേ, എന്താണ് കാക്ക, നല്ല റാഹത്ത്, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കിട്ടാൻ എൻ്റെ ഉമ്മ ദ്വാരെന്നത് പോലെയുള്ളൊരു ചെറുപ്പക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവനോട് ചോദിക്കുക, ആവശ്യമില്ലാത്തതും ചോദിക്കരുത്. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കല്യാണത്തിന്റെ പുകിലൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ അടുത്ത് 1-2 വാർത്തകൾ കാസർഗോഡ് നിന്ന് കേട്ടുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാസർഗോഡ് ജില്ലയിലാണ് ഞാനുള്ളത്. മറക്കാതിരിക്കാൻ നമ്മൾ ദുആ ചെയ്താൽ മതി.
2 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ചക്കകം ആ പെണ്ണിനോട് അല്ലെങ്കിൽ ചെറുക്കനോട് ചോദിക്കുക, എങ്ങനെയുണ്ടടാ പെണ്ണെങ്ങനെയുണ്ട്, എന്താടാ മുതല്, ഇങ്ങനെയൊക്കെ ഈ അള്ളാഹു തന്നൊരു ഭാഗ്യവള് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് 100 ശുക്രൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവനോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മറ്റേ രുചി തീരാത്തതുകൊണ്ട് അങ്ങനെ റാഹത്തായിട്ട് പറയും. അവളും പറയും അങ്ങനെ സംഭവമൊക്കെ എന്റെ ഉമ്മ ദ്വാരുന്നതിന്റെ ഫലവാ, എന്റെ വാപ്പ കരഞ്ഞതിന്റെ ഫലവാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് അങ്ങ് മദീനത്ത് പോയി ദ്വാരുന്നതിന്റെ ഫലവാ, ഞാൻ 1000 സ്വലാത്ത് ചൊല്ലിയതിന്റെ ഫലവാ, 4456 സ്വലാത്ത്, അങ്ങനെ പലതും പറയും. ഒന്നും വേണ്ട, നല്ല ദ്വാരക്കണം. നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല എണ്ണകളെ അള്ളാഹു നൽകുമാറാകട്ടെ. ഒരാഴ്ച പോട്ടെ, വണ്ടി മുമ്പോട്ട് പോട്ടെ. ഒരു 3-4 മാസം, ഒരു 6 മാസം കഴിയുമ്പോൾ ഈ പ്രിയപ്പെട്ട ദമ്പതികളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് കുടുംബജീവിതം? പെണ്ണിനോട് ചോദിക്കുന്നു, ആണിനോട് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ആദ്യത്തെ അൽഹംദുലില്ലാ ഇല്ല, ആദ്യത്തെ സന്തോഷമില്ല, അള്ളാഹു തന്ന സത്താ മുത്താന്നൊക്കെ പറഞ്ഞ ആ ഒരു വർത്തമാനമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. ഒരു 6 മാസം കഴിഞ്ഞാൽ അതിന്റെ രീതി മാറി, മറുപടിയുടെ രീതി മാറിപ്പോയി. ഒരു 1.5 വർഷമായി ഒരു കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനിയിപ്പോ എന്താ പറയാനാ, ഒരു കുട്ടിയൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, ഒരു കുട്ടിയൊക്കെ ആയിപ്പോയി. എന്തുകൊണ്ട് ഈ സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, പടച്ച തമ്പുരാന്റെ ഖുർആൻ 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന പ്രപഞ്ചത്തിലുള്ള ഏക ദൈവിക ഗ്രന്ഥമാകുന്ന അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ ദമ്പതികളെ കുറിച്ച് പറഞ്ഞതുപോലെ ലോകത്തിലൊരു ഗ്രന്ഥവും ഉപമ പറഞ്ഞിട്ടില്ല. അത്രയും വിശാലമായ സുന്ദരമായ ഒരു വാക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. ആ അയണകൾ പരസ്പരം വസ്ത്രങ്ങൾ പോലെയാ. പെണ്ണുങ്ങളെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് വസ്ത്രമാ. ആണുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വസ്ത്രമാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ശ്രദ്ധിക്കണേ, ഒരൽപ്പം ഞാൻ അവിടെ ഒന്ന് പറയുക. ലിബാസ് എന്നാ അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത്. സൗബെന്ന് പറഞ്ഞാലും വസ്ത്രമാ, സൗബിനെന്ന് പറഞ്ഞാലും വസ്ത്രമാ. പക്ഷേ ഖുർആൻ പറഞ്ഞത് ലിബാസ് എന്നാ. ലിബാസ് എന്ന് പറഞ്ഞാൽ ഉടയാടയെന്ന, സൗബെന്ന് പറഞ്ഞാൽ അയയിലിട്ടിരിക്കുന്ന ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രത്തിനും സൗബെന്ന് പറയും. അലമാറയിൽ വെച്ചിരിക്കുന്നതിനും സൗബെന്ന് പറയും. ഇട്ട പലതിനും പല രീതിയിൽ വെച്ചിരിക്കുന്നതിനും സൗബെന്ന് പറയും. പക്ഷേ ലിബാസ് എന്ന് പറഞ്ഞാൽ ഉടുത്തിട്ടുള്ള വസ്ത്രത്തിന് മാത്രമേ ലിബാസ് എന്ന് പറയൂ. അള്ളാഹുവിന്റെ ഖുർആന്റെ വളരെ വ്യക്തമായ പ്രയോഗങ്ങളുണ്ട്. നിങ്ങൾ പരസ്പരം ഉടയാടകൾ പോലെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം പോലെയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല. നമ്മുടെ വീടുകൾ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞില്ല. ഒന്നിനോടും അള്ളാഹിന്റെ ഖുർആൻ ഉപമിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഒരാൾ വാഹനത്തിലുണ്ടാവുകയില്ല, എപ്പോഴും ഒരാൾ വീട്ടിലുണ്ടാവുകയില്ല. പക്ഷേ വസ്ത്രമെന്ന് പറഞ്ഞാൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പള്ളിക്കാട്ടിലേക്ക് 3 മുടി പണ്ണും കൊടുത്ത് പറഞ്ഞു വിടുന്ന ആ മയ്യത്തുണ്ടല്ലോ, മയ്യത്തിനും ഉടയാടയുണ്ട് സഹോദരങ്ങളെ, ലിബാസുണ്ട്, മറന്നു പോകണ്ട. ആ വസ്ത്രവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അത്രയും കടുപ്പമാ. അതുകൊണ്ടാ പടച്ച തമ്പുരാൻ വസ്ത്രത്തോട് ഉപമിച്ചത്. അതുകൊണ്ടാ വസ്ത്രം ഒരുപാട് വിശകലനമുള്ള വിഷയമാ. ഞാൻ കൂടുതലായ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. വസ്ത്രം നമ്മുടെ മാനസികാവസ്ഥയെ വ്യക്തമാക്കുന്നുണ്ട്. നല്ല വസ്ത്രം ഇടുമ്പോൾ പുതിയ വസ്ത്രം ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക റാഹത്തുണ്ടാവും. ശരിയല്ലേ? അഴുക്കായ വസ്ത്രം ഇടുമ്പോൾ നമുക്ക് എന്തോ ഒരു അരോചകം. നമ്മൾ നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് പോയി ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ചെളിയായി, ഒരു കല്യാണത്തിന് പോകാം, ചെളിയായപ്പോഴോ പിന്നെ നമ്മുടെ ശ്രദ്ധ മൊത്തം അവിടെയാ. ചെളിയായി, ആളുകൾ കാണുന്നുണ്ട്, എന്താ ചെയ്യുക? അവിടെ അവരെത്തിപ്പോയി, ഇനി തിരിച്ചു പോയിട്ട് കുളിച്ച് ഫ്രഷായി വേറെ വസ്ത്രം ഇട്ട് വരാനുള്ള അവസ്ഥയില്ല. അപ്പൊ അങ്ങനെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലക്കുന്ന വിഷയത്തിൽ വസ്ത്രത്തിന് സ്വാധീനമുണ്ട്, മറന്നു പോകണ്ട. ഒരുപാട് വിശദീകരണങ്ങൾ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ കടന്നു പോകുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഇതൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ടാ കേരളത്തിൽ 1 മണിക്കൂറിൽ 5 വിവാഹമോചനം.
കണക്കതാ. ഒരു മണിക്കൂറിൽ 5 വിവാഹമോചനം വെച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുക. എന്താ? കുടുംബജീവിതവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളും എങ്ങനെയാ സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള പാഠം അവർക്കറിയുന്നില്ല. ആദ്യമുണ്ടായിരുന്ന സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കുടുങ്ങിയിട്ട് എന്താ കാരണം അവർ പറയുന്നുണ്ട്. എന്താണ് ഈ വിവാഹം, ഈ കുടുംബജീവിതം ശിഥിലമാകാനുള്ള കാരണങ്ങൾ എന്താ? 3 കാരണം പറയുന്നുണ്ട്. ഒന്ന് മദ്യപാനം, മറ്റൊന്ന് ഇന്റർനെറ്റ്, മറ്റൊന്ന് സ്മാർട്ട് ഫോണുകൾ. ഈ 3 കാരണമാണ് കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന്റെ അപേക്ഷകൾ കുന്നുകൂടാനുള്ള കാരണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൈം ബ്യൂറോ വിശദീകരിച്ചു തരികയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബജീവിതം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകണം. അല്ലാഹുവിന്റെ പൊരുത്തം അതെങ്ങനെയാ? കാരണം വിവാഹ സമയത്ത് തന്നെ പടച്ചവന്റെ കോപവും ശാപവും വാങ്ങി വെക്കുന്ന ഒരു സാഹചര്യമാ. പിന്നെങ്ങനെ പടച്ചവന്റെ പൊരുത്തത്തിലാകും? പിന്നെങ്ങനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ടുപോവുകയാ. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ടുപോവുകയാ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല മധുരമായ സംസാരം കൊണ്ട് വൈവാഹിക ജീവിതത്തെ പറഞ്ഞിട്ടുണ്ട്. അവന് സുന്നത്തായ കാര്യങ്ങളുണ്ട്, അവന് സന്തോഷകരമായ നിമിഷങ്ങളുണ്ട്. അതിനെയെല്ലാം മുടക്കിയിട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു ശപിക്കുകയില്ലേ? ചെറുപ്പക്കാരാ, ഹബീബായ പ്രവാചകൻ വേദനിക്കുകയില്ലേ? മുത്തുനബി തങ്ങൾ മദീനയിൽ കരയുകയല്ലേ? ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോവുകയാ, ഏതോ കാട്ടിലൂടെ കടത്തി കൊണ്ടുപോവുകയാ, ഏതോ ദീർഘമായ യാത്രകൾ നടത്തിക്കൊണ്ടുവരികയാ. എത്രയോ മണിക്കൂറിന് ശേഷം സുന്ദരമായ സുനത്ത് അലങ്കോലപ്പെടുത്തുന്ന എന്ത് കൂട്ടുകാരനാ നീ? പേര് കൊണ്ട് മാത്രം കൂട്ടുള്ള ചെറുപ്പക്കാരാ, ഈ അടുത്തൊരു മരണം നടന്നില്ലയോ? അതിന്റെ കാരണത്തിൽ പല തർക്കങ്ങളുമുണ്ട്. ഞാൻ അതിന്റെ കാരണം പറയുന്നില്ല എങ്കിലും ഓർമ്മപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. ചെറുപ്പക്കാര് കടന്നുപോയില്ലയോ? മണിയറ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചില്ലയോ? ഞാൻ അറിഞ്ഞ റിപ്പോർട്ടാ പറയുന്നത്. അതിനെ പലരും വിസമ്മതിക്കുന്നുണ്ടാകാം. എങ്കിലും സഹോദരങ്ങളെ, എന്തെല്ലാം തോന്നിവാസമാ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ വിവാഹ സുദിനത്തിൽ നടത്തിക്കൂട്ടുന്നത്. മഞ്ഞ കല്യാണത്തിന്റെ കാര്യം മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം തോന്നിവാസമാ! ഗാനമേള നടത്തുന്നവര്, പടക്കം പൊട്ടിക്കുന്നവര്, തോന്നിവാസം ചെയ്യുന്നവര്, പാട്ടുപാടുന്നവര്, ബൈക്ക് റേസിംഗ് നടത്തുന്നവര്, വലിയ വലിയ കൂടിയ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തുകൊണ്ട് റോഡ് പോലും ബ്ലോക്കാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞ ജീവിതത്തിന്റെ ദീനിന്റെ 2 ഭാഗവും പൂർത്തിയാക്കുന്ന വൈവാഹിക ജീവിതമുണ്ടല്ലോ. അതിന് 6 വർഷം കൊണ്ട് നീ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണ്ടയോ? ഈ ദമ്പതികൾ അതിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ, ഈ മണവാളതിനെ കൂട്ടു നിൽക്കുകയാണെങ്കിൽ, തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനെയാ പൊന്നുമോനെ ഒരു ഹലാലായ മകനെ നിനക്ക് കിട്ടുക? എങ്ങനെയാണ് ആ കുടുംബജീവിതം സന്തോഷകരമായി തീരുക? എങ്ങനെയാ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുക? എങ്ങനെയാ നീ പറഞ്ഞാൽ അവൾ അനുസരിക്കുക? എങ്ങനെയാ പെണ്ണെ നിന്നോട് സ്നേഹമുള്ള, നിന്നെ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഭർത്താവായി മാറുക? എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊരു ഉദാഹരണം പറയട്ടെയോ? നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അടുക്കളയിൽ വെച്ച് മറന്നുപോയാൽ, നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് അടുക്കളയിൽ വെച്ച് മറന്നുപോയി, നീ അതാ നിന്റെ തൊഴിൽ സ്ഥലത്തേക്ക് പോയി, അല്ലെങ്കിൽ വിദൂരത്തായി പോയി, കുറച്ച് കഴിഞ്ഞപ്പോഴാ ഓർക്കുന്നത്, പടച്ചവനെ എന്റെ മൊബൈൽ അടുക്കളയിലാ. സ്വസ്ഥതയില്ലാത്ത മനസ്സുള്ള ചെറുപ്പക്കാരാ, നിനക്ക് അന്നത്തെ ദിവസത്തെ പ്രയാസം എന്തായിരിക്കും? ആ പരാതി എത്രയായിരിക്കും? പടച്ചവനെ, ആ മൊബൈലിൽ എത്ര കോള് വന്നിട്ടുണ്ടാകും? അവളെങ്ങാനും എടുക്കുമോ? അവളെങ്ങാനും സ്ഥലം ചോദിക്കുമോ? അവളെങ്ങാനും എന്റെ കാമുകിയുമായി സംസാരിക്കുമോ? എന്റെ ജീവിതത്തിൽ ഇന്നിപ്പോ കയ്യന്റെ കണ്ണിൽ നിന്ന് പാറ്റ വീഴുമോ? ഇന്നെല്ലാം തകിടം മറിയുമോ? പെണ്ണേ, നിന്റെ മൊബൈൽ ഫോൺ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ വെക്ക. ഒരു ദിവസം മുഴുവനും അവന്റെ കയ്യിൽ കൊടുക്ക. സധൈര്യം പറയാൻ പറ്റുമോ? നിന്റെ വാട്സാപ്പ്
കോടികൾ കൊടുക്കാൻ പറ്റുമോ? നിന്റെ കണക്ഷൻ മുഴുവനും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദേ എത്രയോ ആലിമീങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഏതെല്ലാം സോഷ്യൽ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. എത്രയോ നല്ല സംവിധാനമാണ്, ഞാൻ മോശം പറയുന്നില്ല. പക്ഷേ എത്ര അപകടങ്ങളാ അതിൽ പതിയിരിക്കുന്നത്, എത്ര അപകടങ്ങളാ പതിയിരിക്കുന്നത്. ഈ വിനീതനും ഈ ചെറുക്കള ഭാഗത്ത് പ്രഭാഷണത്തിന് വരുന്ന പോസ്റ്റ് എന്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിലിട്ടപ്പോ എത്ര ചെറുപ്പക്കാരാ ഉസ്താദേ ദ്വാരക്കണേ, ഉസ്താദേ ദ്വാരക്കണേ. എത്ര ആളുകളാ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്? എത്ര ആളുകളാ ഉസ്താദേ നിങ്ങൾ എപ്പോഴാ വരിക, ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ലല്ലോ. പല ആളുകളും എത്ര കോളുകളാ ഇവിടെ നിന്നും പ്രവാസികളുടെ ഭാഗത്തു നിന്നും കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പറയുന്ന നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുമ്പോ എനിക്ക് ഓർമ്മ വരികയാ, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നൊരു കോള് വരികയാ. ചാവക്കാട് നിന്ന് കോള് വന്നു, ഉസ്താദേ ഞങ്ങൾക്കൊരു വയല് വേണം, ഒരു പ്രഭാഷണത്തിന്റെ ഡേറ്റ് വേണം. ഞാൻ ചോദിച്ചു എന്താ പരിപാടി, എങ്ങനെയാ പരിപാടി? ആ ചെറുപ്പക്കാരനോട് പറയുകയാ, ഉസ്താദേ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ വാർഷികമാ. പരിപാടി നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ എന്തിന്റെ വാർഷികം? വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കഥയൊന്നും പറയണ്ട. വഴി വെച്ച് കണ്ടവർക്ക് ഒരു ഗ്രൂപ്പ്, വീട്ടിലൊരു ഗ്രൂപ്പ്, കണ്ട് മുട്ടിയവർക്കൊരു ഗ്രൂപ്പ്, തട്ടിയവർക്കൊരു ഗ്രൂപ്പ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഗ്രൂപ്പ് കൊണ്ടൊരു കളിയാ. ചില ആളുകളുടെ തുറക്കുമ്പോ തന്നെ എന്നെ ഗ്രൂപ്പിൽ ചേർക്കല്ലേ എന്നാ എന്റെ ഇതിൽ വെച്ചിരിക്കുന്നത്. എന്നെ ഗ്രൂപ്പിൽ ചേർക്കല്ലേ, ഗ്രൂപ്പ് കൊണ്ട് പുറത്ത് മുട്ടിരിക്കുക. ഞാൻ ഈ അത്യാവശ്യത്തിന് ഏതെങ്കിലും നോട്ടീസോ കാര്യങ്ങളോ പേരോ അങ്ങോട്ടും ഇങ്ങോട്ടോ കൈമാറുന്ന ഈ സാധനം രഹസ്യമായിട്ട് നമ്പറിലൊക്കെ വെച്ചിട്ടുണ്ട്. ചില ആളുകളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഈ അറിഞ്ഞ ആളുകളെ തന്നെ നല്ല നിലക്ക് കുറെ ഗ്രൂപ്പാക്കിയിട്ട് ഇന്നലെ 3000 മെസ്സേജ് ഞാൻ അതിന്റെ 1500 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ 2000 പുറത്തുണ്ട്. സംശയമുള്ളവർക്ക് വരാ, മൊബൈൽ എന്റെ വണ്ടിയിലുണ്ട്. ഞാൻ ആലോചിച്ചു ഇതൊക്കെ എപ്പോഴാ നോക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് ഇത്രയും ചെറിയ ഗ്രൂപ്പ് മാത്രം, അത് സുന്നത്ത് ജമാഅത്തിൻ്റെതും അതുപോലെ ദീൻ പഠിക്കാൻ പറ്റിയത്, അതുപോലെ സൈക്കോളജിക്കൽ ലെവൽ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ടീമുകളുള്ള ഗ്രൂപ്പുകളാ. ഈ ഗ്രൂപ്പുകൾ പോലും എന്നെ കൊണ്ട് നോക്കി തീർക്കാനോ ഒന്നും വിരലോടിക്കാനോ പറ്റുന്നില്ല. ഈ ചെറുപ്പക്കാർ ഇത് എങ്ങനെയാ 100,000 ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്? ആരുടെയും പേരിൽ ഒരൊറ്റ മെസ്സേജ് ഓപ്പൺ ആകാതെ കിടക്കുന്നതുമില്ല. അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ വാട്സാപ്പിന്റെ ഗ്രൂപ്പാ. ഞാൻ ഞെട്ടിപ്പോയി. വാട്സാപ്പിന്റെ ഗ്രൂപ്പിന്റെ വാർഷികം. ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റിയേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉസ്താദിന്റെ 2 പേപ്പർ ഇരിക്കും, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളും മിടുക്കന്മാരെ എനിക്കറിഞ്ഞൂടാ, നല്ല വിളവന്മാരാ. അള്ളാഹു അവർക്ക് തീയട്ടെ. പരിചയമുള്ളതും അല്ലാത്തതൊക്കെ ഒരുപാട് മുഖങ്ങൾ ഞാൻ കാണുക. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞതൊക്കെ ചെയ്യണോ? ഏയ് 300 കൊല്ലം പഴക്കമുള്ളൊരു പള്ളി പുതുക്കാൻ ഹസൈനാർ എന്ന് പറയുന്നൊരു സഹോദരൻ്റെ ഏതാണ്ട് 10 ഹസൈനാർ ഹാജി ഒരു 10-24 ലക്ഷം രൂപ ഇതിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. മദ്രസ കൂടിയുണ്ട്, ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യമുണ്ട്, ഇതിൻ്റെ സപ്ലിമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപയോളം ഇതിന് ചെലവുണ്ട്, ഒരുപാട് ചെലവുകളുണ്ട്. ഇതൊക്കെ ആകാശത്തിൽ നിന്ന് മഴയുടെ കൂടെ ഒട്ടൊന്നും വരില്ല, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ബക്കറ്റിലേക്ക് തുടങ്ങി അങ്ങനെ ഒരുപാട് സംഭാവനകളിലൂടെ വേണം ഇതൊക്കെ കിട്ടാൻ. സ്വയംഭൂവായിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ അതിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ സഹകരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബക്കറ്റ് സഹോദരിമാര്, സ്ത്രീകൾ ഉണ്ടാവൂലേ? സ്ത്രീകളൊക്കെ ഉണ്ട്. എല്ലാ സഹോദരിമാരും വേണ്ടിയിട്ടൊക്കെയാണ് ശബ്ദിക്കുന്നത്. കാര്യമായ സംഭാവനകൾ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും ഉമ്മമാരോടും ഞാൻ പറയുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്താ പറഞ്ഞത്? അതെനിക്കറിയാം നിങ്ങൾ പറയുന്നത്, വേറെ വല്ലതും നിങ്ങൾ പറയാൻ പാടായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു ചാവക്കാടുകാരോട്, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ വാർഷികം ഞാൻ പറഞ്ഞത് വല്ലാത്ത വാർഷികമാണല്ലോ.
ഞാനിങ്ങനെ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനോട് പറയുകയാ, അല്ല ഉസ്താദേ, സാധാരണ ഗ്രൂപ്പല്ല, അങ്ങനെ മദീനയുടെ മണൽത്തരികളിൽ പ്രശോഭിതമായി കിടക്കുന്ന പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില്, അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ പേരില് സ്വലാത്ത് ചെല്ലാനുള്ള വോൾട്ടേജ് കുറഞ്ഞു പോയാൽ ഞാൻ അപ്പം നിർത്തി അങ്ങോട്ട് കടന്നു പോകും. അതിന്റെ ഒരു വീക്ക്നെസ്സാ. നിങ്ങൾ പൊരുത്തപ്പെടണം. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചുറച്ച് സ്വലാത്ത് ചൊല്ലുമോ? ഈ രാവിലെ, ഈ പുണ്യമായ രാത്രിയില്, ഈ പുണ്യമായ മാസത്തില്, ഈ പുണ്യമായ സമയത്ത് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മദീനത്ത് നിന്ന് കാണട്ടെ ചെറുപ്പക്കാരാ. ഹബീബായ പ്രവാചകൻ മദീനത്ത് നിന്ന് വീക്ഷിക്കട്ടെ ചെറുപ്പക്കാരാ. മദീനത്ത് നിന്ന് കാണട്ടെ ചെറുപ്പക്കാരാ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പുഞ്ചിരി തൂകട്ടെ പൊന്നോനെ. അതുകൊണ്ട് പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാത്തൊരൊറ്റാളും എന്റെ മുമ്പിൽ ഉണ്ടാകരുത്. ആവേശത്തോടെ പ്രവാചകന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ മനസ്സില്ലാത്ത ഒരൊറ്റാളും എന്റെ മുമ്പിൽ ഇരിക്കരുത്. കാരണം അവന്റെ മനസ്സ് മുഴുവനും കറുപ്പായിരിക്കും. അല്ലാഹുവേ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പ്രപഞ്ചത്തെ പടയ്ക്കാൻ, ഈ വികായസിനെ പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തകോടി താരക സമൂഹങ്ങളെ പടയ്ക്കാൻ കാരണക്കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പര ചുംബികളായ പർവ്വതങ്ങളെയും ആ പർവ്വതങ്ങളുടെ അടിവാരത്ത് കൂടി കളകളാരവും മുഴക്കി വരുന്ന അരുവികളെയും ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെയും ആ തിരമാലകളുടെ അടിത്തട്ടിലുള്ള കോടിക്കണക്കിന് അത്ഭുതങ്ങളെയും പടയ്ക്കാൻ ലോകത്തിലുള്ള സർവ്വചേതന ചേതന ഗോചര വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനുണ്ടല്ലോ. രണ്ട് വിഭാഗം മനുഷ്യ ജിന്ന് വിഭാഗത്തെ പടയ്ക്കാൻ, മലക്കുകളെ പടയ്ക്കാൻ, ഇഹപര ലോകത്തെ പടയ്ക്കാൻ, സ്വർഗത്തെ പടയ്ക്കാൻ, നരകത്തെ പടയ്ക്കാൻ, ലോകത്തിലെ സർവമാന വസ്തുക്കളെയും പടയ്ക്കാൻ, അണ്ടഘടകങ്ങളെ സംവിധാനിക്കാൻ കാരണക്കാരനായ മനോഹറുന്നതമായ സഫീഉൽ ബറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് സ്വലാത്ത് ചൊല്ലുന്ന ഗ്രൂപ്പാ ഉസ്താദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഗ്രൂപ്പ. ഓരോ ആളുകളും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന ഗ്രൂപ്പ. അതിന് പ്രത്യേകമായ ദുആ ഉള്ള ഗ്രൂപ്പ. ഇതിലൂടെ പല കാര്യങ്ങളും സാധിച്ചെടുത്ത ഗ്രൂപ്പ. അതുകൊണ്ട് അതിന്റെ വാർഷികത്തിന് വരണേ. ഈ നെറ്റ്വർക്കിലൂടെ വഴിവിട്ട ജീവിതം നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഉപയോഗവും ഉപദ്രവമെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് ചാവക്കാടിലെ വിശാലമായ സദസ്സിന് ഞാൻ അഭിമുഖീകരിച്ചത് ഞാൻ ഓർക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആലോചിക്കണേ. അതുകൊണ്ട് പെണ്ണുമോളെ, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ കടൽ കടന്നുപോയ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നീ നിന്റെ മൊബൈൽ ഫോൺ ഓണാക്കുമ്പോ ഒരു മിസ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ഇൻകമിംഗ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ഔട്ട് ഗോയിങ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ഫേസ്ബുക്ക് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു വാട്സാപ്പ് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു വീചാറ്റ് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു വൈബർ കൊണ്ട് വഞ്ചിച്ചാൽ, ഏതെങ്കിലും ഒരു മെസ്സേജ് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ലൈക്ക് കൊണ്ട്, കമന്റ് കൊണ്ട്, ഷെയർ കൊണ്ട് വഞ്ചിച്ചാൽ, ഇല്ല പൊന്നുമോളെ, ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിൽ പോവില്ല. ഔ കമാ ഖാല റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ കൂട്ടത്തിൽ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ. ഇത് പറയുമ്പോൾ ഇവിടെയുള്ള കുടുംബനാഥന്മാര് പറയുകയാ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഉസ്താദേ, അവളുമാരൊക്കെ ഒന്ന് കേൾക്കട്ടെ ഉസ്താദേ, ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്. എങ്ങനാ പറയുക? നിങ്ങൾ പറയുമ്പോൾ പ്രശ്നമില്ല, മൊബൈൽ ഫോണൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് ആവേശപൂർവ്വം പ്രിയപ്പെട്ട ഭാര്യമാരുടെ മേൽ മാത്രം പഴിചാരിയിരിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നിനക്ക് വേണ്ടി പാതിരയോളം കാത്തിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസിയുണ്ടല്ലോ, അവളറിയാതെ എത്രലാ ചാറ്റ് നീ നടത്തുന്നത് പൊന്നുമോനെ. എന്തെല്ലാം ചാറ്റിങ്ങിലൂടെയാ നീ കടന്നു പോകുന്നത് ചെറുപ്പക്കാരാ. നിനക്ക് അല്ലാഹു ഹലാലാക്കിയുള്ളൊരു പെണ്ണിനെ തരുമ്പോൾ എന്തെല്ലാം തോന്നിവാസത്തിലേക്ക് കടന്നു പോകുന്ന പൊന്നുമോനെ. ഏതെല്ലാം മണിക്കൂറുകൾ കടന്നു പോകുമ്പോഴും നീ അറിയുന്നില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല.
എന്താ കാരണം? ഏതൊക്കെയോ കാമുകനുമായിട്ട് സംസാരിച്ച് ചാറ്റ് ചെയ്ത് തീർത്ത ആ അർദ്ധരാത്രി സമയങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷീണിതനാ, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. പുതിയ തലമുറയുടെ വല്ലാത്തൊരു പരാജയമാ സഹോദരങ്ങളെ. ഒരു സഭയിലിരുന്നാൽ പോലും എല്ലാവരും നോക്കുന്നത് മുഖത്തല്ല, മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തൊരു തലമുറയില്ലയോ? ഇത് പുതിയ തലമുറയോട് ബന്ധപ്പെട്ട് യുവാക്കളോട് ബന്ധപ്പെട്ട് കൂടുതൽ പറയേണ്ട കാര്യമാ. എങ്കിലും സാന്ദർഭികമായി ഞാൻ പറയുകയാ, മുഖത്ത് നോക്കി സംസാരിക്കാൻ സമയമാർക്ക. കാരണം സഭയിലിരുന്നാലും ഒരു മജ്‌ലിസിലിരുന്നാലും അതാ മൊബൈലോടെ കൈയോടിച്ചുകൊണ്ട് വിരലോടിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്ന സഹോദര, പരിസരത്തുള്ള കാര്യമറിയാത്ത പുതിയ തലമുറയുടെ കുരുന്നു മക്കളെ. പരിസരത്തോട് ബന്ധമില്ല. അവരുടെ മുമ്പിൽ ലാപ്ടോപ്പ്, അവരുടെ മുമ്പിൽ ഡെസ്ക്ടോപ്പ്, അവരുടെ മുമ്പിൽ ഐപാഡ്, അവരുടെ മുമ്പിൽ ഗെയിംസുകള്, അവരുടെ മുമ്പിൽ സോഷ്യൽ നെറ്റ്വർക്കുകള്. അവർക്ക് പൂമ്പാറ്റകളെ പരിചയമില്ല, അവർക്ക് പുഷ്പങ്ങളെ പരിചയമില്ല, അവർക്ക് ചെടികളെ പരിചയമില്ല, അവർക്ക് മണ്ണുമായി ബന്ധമില്ല, അവർക്ക് ബന്ധുക്കാർ ആരെന്നറിയുന്നില്ല, അവർ അയൽവാസിയോട് ബന്ധപ്പെടുന്നില്ല. അവരുടെ ഓട്ടപ്പാച്ചിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഓടുന്ന ഓട്ടപ്പാച്ചിലുണ്ടല്ലോ, മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട കുടുംബജീവിതം പറയുമ്പോൾ ഇതുകൂടി ഒന്ന് കേട്ടോ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ. നിന്റെ പ്രിയപ്പെട്ട മക്കളെ വാർത്തെടുക്കേണ്ടവരാ കുടുംബനാഥന്മാരും കുടുംബിനികളും. ആ പ്രിയപ്പെട്ട മക്കള് അവര് കടന്നു പോകുന്ന മേഖലകളും കൂടി അറിഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. വളരെ ഗൗരവത്തിൽ പിന്നെങ്ങനെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരി, ശിഥിലമാകാത്തൊരു കുടുംബജീവിതം നിനക്ക് വേണോ? ഭർത്താവിനെ സന്തോഷിപ്പിക്കണം, മുഹമ്മദ് മുസ്തഫ. അതുപോലെ നേരെ ഓപ്പോസിറ്റ്, ഭാര്യയെ സന്തോഷിപ്പിക്കണം. നിന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവ് ത്യാഗം ചെയ്ത് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരാളിന്റെ അവസ്ഥ അവന് മാത്രമേ അറിയൂ. ജീവിതം രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി ഏതെല്ലാം നിലയ്ക്ക് അയാൾ പ്രയാസപ്പെട്ട് വീട്ടിൽ വന്ന് പാതിരാ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ആ ബെല്ലടി കേട്ടുകൊണ്ട് തുറക്കുമ്പോൾ നിന്റെ മുഖം കാണുമ്പോ ഏറെക്കുറെ വിഷമങ്ങളൊക്കെ മാറണം. അതാ പെണ്ണ്, മുഹമ്മദ് മുസ്തഫ. എന്റെ വാക്കല്ലത്, എന്റെ വാക്കല്ല, അല്ലാഹു റസൂൽ അവർ ഏറ്റവും നല്ല പെണ്ണേതാ? ലിപ്സ്റ്റിക് ഇടുന്നവളാ, ക്യൂടെക്സ് ഇടുന്നവളാ, ത്രെഡിങ്ങും പ്ലക്കിങ്ങും നടത്തുന്ന പെണ്ണ, ഹൈ ഹീൽ ചെരുപ്പിട്ട് ഇങ്ങനെ കുണുങ്ങി നടക്കുന്നവളാ, അടിച്ചു പൊളിക്കുന്നവളാ, അരങ്ങ് തകർക്കുന്നവളാ. ആരാ ഏറ്റവും നല്ല പെണ്ണ്? അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്കുപോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏറ്റവും നല്ല കുടുംബിനി ആരെന്നറിയുമോ? ഏറ്റവും നല്ല പെണ്ണ് ആരെന്നറിയുമോ? ഏറ്റവും നല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള പെണ്ണാരെന്നറിയുമോ? ഏറ്റവും നല്ല ഉത്തരവാദിത്ത ബോധമുള്ള പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമുള്ള പെണ്ണാരെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഖത്തേക്ക് നോക്കിയാൽ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടം കൊണ്ട് തന്നെ അവന് സന്തോഷമുണ്ടാകും. നിന്റെ മുഖം കാണുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ നല്ല പെണ്ണാ പൊന്നുമോളെ. നീ സന്തോഷിപ്പിക്കുന്നത് ആരെയാ? നീ സന്തോഷിപ്പിക്കുന്നത് ആരെയാ? അങ്ങാടിയിലിരിക്കുന്ന ചെറുപ്പക്കാരെ സന്തോഷിപ്പിക്കാൻ ഉടുത്തിറങ്ങി പുറത്ത് ആഘോഷം കാണിക്കുന്ന പെണ്ണ്, നീ എല്ലാം ഉടുത്തിറങ്ങി നിന്റെ എല്ലാ സൗന്ദര്യങ്ങളും വെളിവാക്കി സന്തോഷിപ്പിക്കേണ്ടവൻ ആരാണെന്നറിയുമോ? അത് കല്യാണപ്പുറയിലോ കസേരയിൽ വീടിയും വലിച്ച് മുറുക്കാനും മുറുക്കി കാലും മേക്കാലും കയറ്റി വെച്ച് വരട്ടെ 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 വരട്ടെ, എല്ലാ ചരക്കുകളും കടന്നു പോകട്ടെ, ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അവരെ എല്ലാം ആസ്വദിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന പെണ്ണാണോ? ഇല്ല പൊന്നുമോളെ, ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റിഹഹാ ഫഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറത്തി 500 ആം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടുള്ള കടമ മറന്നുപോയി ചാഞ്ഞും ചരിഞ്ഞും നടന്ന് അങ്ങാടിയിലൂടെ കടന്നുപോയി, കല്യാണപ്പുരയിലൂടെ കടന്നുപോയി, ഗാനമേളക്ക് പോയി, തോന്നിവാസത്തിന് പോയി, അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ കടന്നുപോയി, അങ്ങോട്ട് ചാഞ്ഞു പോവുകയും
മനസ്സിൽ ഇങ്ങോട്ട് ചാഞ്ചാടുകയും ചെയ്യുന്ന ശാപവർഷമേക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന, പെണ്ണേ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിൽ പോവില്ല. വലാ യജിദുന റിഹഹാ, സ്വർഗ്ഗത്തിന്റെ 500 വർഷത്തിനപ്പുറം അടിച്ചു വീശുന്ന സുന്ദരമായ സ്വർഗീയ പരിമളമുണ്ടല്ലോ, ആ പരിമളം പോലും അവരുടെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവകാശമില്ല. മുഹമ്മദ് മുസ്തഫ. ആരാ സന്തോഷിപ്പിക്കുന്നത്? അപ്പുറത്തെ ശുക്കൂറിനെയാ? നിന്റെ ഭർത്താവ് ക്ഷീണിച്ചു വന്ന് കഥ ഓർക്കുമ്പോ നീ ആ ഭർത്താവിന്റെ നോട്ടം കൊണ്ട് തന്നെ അവന് സന്തോഷമുണ്ടാവും. നീ സന്തോഷിപ്പിക്കും. ഏതെങ്കിലും അന്യപുരുഷന്മാർ അപ്പുറത്തെ ശുക്കൂർ എന്ന് പറഞ്ഞാൽ ഞാനൊരു സപ്പോസ് പറഞ്ഞു, ഇനി ആരെങ്കിലും ശുക്കൂറന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മെക്കിട്ട് കയറില്ല, ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. ഒരു ഫുലാൻ എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുലാന് പിന്നെ ഫുലാൻ എന്നായിക്കോട്ടെ. ഒരാൾ അപ്പുറത്തെ ചെക്കൻ വരുമ്പോ അവനെ സന്തോഷിപ്പിക്കും. നീ അവനെ 2 വർഷമായി ഗൾഫിൽ നിന്നിട്ട് അവനെ കൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരിക. നിന്റെ വീട്ടിൽ അയൽവാസിയ അന്യപുരുഷനാ, നിന്റെ വീട്ടിലേക്ക് വരിക. നിന്റെ വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മാമ്മയെ കാണാൻ അവർ നിന്നെ കാണാനല്ല. അയാൾ 2 വർഷമായി ഗൾഫിൽ പോയിട്ട് നിന്റെ വീട്ടിലേക്ക് വരിക. പ്രായമുള്ള ഒരു ഉമ്മാമ ഉണ്ട്, കാര്യത്ത് തീരുമാനമാകാത്തോണ്ടൊന്നും ഇവിടെ കാണാൻ പറ്റി. അങ്ങനെ ഉമ്മാമയെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അടുക്കളയുടെ കിളിവ അപ്പുറത്തെ ചെറുപ്പക്കാരൻ ഇപ്പുറത്തേക്ക് വരുന്ന നീ കാണുമ്പോ ഓടിപ്പോ അരച്ച ചമ്മന്തിയുടെ പാതി പരുവത്തിന് അവിടെ ഇട്ടിട്ട് അവൾ ഓടുകയാ. ഓടിയിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ബേസ് ഒരു കഴുകലും ഒരു തുടക്കലും ഒരു പിടിക്കലും, സുബ്ഹാനല്ലാഹ്, സ്പ്രേ അടിക്കുന്നു, ഇടുന്നു പൗഡർ ഇടുന്നു, എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കൂടെ നോക്കുന്നതല്ലേ ലൗലാകുന്ന. അങ്ങനെ അവൻ വന്ന് ബെല്ലടിക്കും, വാതിൽ തുറക്കും, എന്നിട്ടൊരു ക്ലോസപ്പ് ചിരിച്ചു കാണിക്കുമ്പം ഇവൻ വിചാരിക്കും, പഠിച്ചവൻ എത്ര നല്ല റാഹത്തുള്ള മുഖം, ഒന്നും കൂടെ ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോൾ അവൻ ചിന്തിച്ചു. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആർക്കാ നീ സന്തോഷം കൊടുത്തത്? നിനക്ക് സന്തോഷിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അതിനാ ഇത് പറഞ്ഞു, നിനക്ക് സന്തോഷിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? മറിച്ച് നിന്റെ ഭർത്താവ് ക്ഷീണിതനായി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വാതിൽ തുറക്കുമ്പോ ഒരു കയ്യിൽ പിച്ചാത്തി, മീൻ കണ്ടിച്ചോണ്ട് വന്ന് പിച്ചാത്തി. ഇവിടെ ഭദ്രകാളിയെ പോലെ അവിടെ 2 കരി, ചമ്മന്തിയുടെ പകുതി കറി. നിന്റെ മുഖം വല്ലാതെ ഏതോ വന്യജീവി സങ്കേതത്തിൽ നിന്നും പൊട്ടിച്ച് ഓടിയ ഒരു മൃഗത്തെ പോലെ അവന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു നോട്ടവും നോക്കി നിൽക്കുമ്പോ അവന് ദേഷ്യം കൂടുവോ, വിഷമം കൂടുവോ, സന്തോഷം വരുവോ? അങ്ങനെയുള്ള പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ആ ഭർത്താക്കന്മാർ അപകടത്തിൽ പെട്ടുപോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഒരു നോട്ടം കൊണ്ട് കഴിയണം. അതിന് പൈസ ചെലവില്ലല്ലോ, ആരോഗ്യ പ്രശ്നമില്ലല്ലോ, നല്ലൊരു ചിരി. നിനക്ക് ചിരിക്കാൻ അറിയാം. എത്ര ആണുങ്ങൾ നീ ചിരിച്ചു മയക്കുന്ന വേണ്ട. നിന്റെ ഭർത്താവ് വരുമ്പോ മധുര മനോഹരമായിട്ടൊന്ന് ചിരിച്ചാൽ ചിരിക്കാൻ പറ്റിയ ചരക്കങ്ങൾ പോയി ഉസ്താദേ, നിങ്ങൾക്കറിയാം ഊബര സോന്നാൻ എല്ലാം ലൗലാവും. നീ ഒന്ന് ചിരിക്കാൻ തയ്യാറാകെ, നീ ഒന്ന് സന്തോഷത്തോടെ വർത്തമാനം പറയാൻ തയ്യാറാകെ, നീ ക്ഷമയോടെ പെണ്ണെ മുന്നോട്ട് പോകാൻ തയ്യാറാകെ. എന്തെങ്കിലും ആപൽക്കരമായ അവസ്ഥ അവനിലുണ്ടെങ്കിൽ പോലും നിനക്ക് സ്വർഗം തരും. റസൂലുള്ളാഹി. നീ എന്തിനാ നിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ നിന്റെ നന്മ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഒരു തിന്മ ഒരാൾ നിർത്തിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നോക്കുമ്പോ ഒരു സമുദ്രത്തിന്റെ ഒരു പുഴയുടെ പക്കത്ത് നിൽക്കുമ്പോ ഒരു തേൾ ഇങ്ങനെ കിടന്ന് മുങ്ങിച്ചാകാൻ പോകും. തേളാണ് സാധനം. അള്ളാഹുവിന്റെ റസൂൽ കൈ കൊണ്ടെടുത്തു, കയ്യില് കടിച്ചപ്പോ വിട്ടുപോയി. പിന്നെ ആ തേള് വീണുപോയി. അള്ളാഹുവിന്റെ ഹബീബ് കാരുണ്യത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എടുത്തു, പിന്നെയും കടിച്ചു. 3ാമത്തെ തവണയപ്പോ സഹാബിയോട് ചോദിച്ചു, എന്തിനാണ് നബി ആ തേളിനെ പിന്നെ പിടിക്കുന്നത്? അങ്ങനെ 3 തവണ കയ്യിൽ കടിച്ചില്ലേ, ചോര പൊടുന്നില്ലേ, അങ്ങ് വേദന അനുഭവിച്ചില്ലേ, എന്തിനാ പിന്നെയും ആ തേളിനെ പിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ അയാളുടെ തിന്മ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനു നന്മ ഉപേക്ഷിക്കണം? മുഹമ്മദ് മുസ്തഫ. എത്ര പാഠമാണ് അവിടുന്ന് ഒരൊറ്റ മറുപടിയിൽ കൊടുത്തത്. എടാ അവൻ എന്ത് ചെയ്യട്ടെ? നിനക്ക് സ്വർഗം വേണ്ടേ? നിനക്ക് രക്ഷപ്പെടണ്ടേ? നേരെ തിരിച്ചു നിന്ദിക്കണം. അവള് വല്ലാത്ത പ്രയാസത്തില, അവള് വല്ലാത്ത പ്രതിസന്ധിയില. ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്. രോഗമൊന്നും ഞാൻ പറയുന്നില്ല, സമയം പോരാ. നീ ഒന്ന് സുഹൃത്ത് ചെയ്ത് ഒന്ന് ക്ഷമയോടെ കൊണ്ടുപോയാൽ
എന്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്കും സ്വർഗമുണ്ട്, മറന്നു പോകണ്ട. നിനക്കും പടച്ച തമ്പുരാന് മുമ്പിൽ വലിയ സ്ഥാനമുണ്ട്, മറന്നു പോകണ്ട. അതുകൊണ്ട് കളിക്കാനുള്ളതല്ല കുടുംബജീവിതം, അത് കളിക്കാനുള്ളതല്ല, പന്താടാനുള്ളതല്ല, അത് സ്വർഗം വാങ്ങാനുള്ളതാ. പുതിയ തലമുറയുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാ സഹോദരങ്ങളെ? പരസ്പരം ആർക്കും ബന്ധമില്ല, പരസ്പരം സംസാരമില്ല, ഒരു തമാശ പോലും പറയാൻ സമയം കണ്ടെത്തുന്നില്ല, ഒരു തമാശ പോലും പറയാൻ സമയം കണ്ടെത്തുന്നില്ല. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധർമ്മരസമുള്ള വർത്തമാനം പറയുമായിരുന്നു. പ്രിയപ്പെട്ട ഭർത്താവിനോ പ്രിയപ്പെട്ട ഭാര്യമാരോട് സംസാരിക്കുമായിരുന്നു, തമാശകൾ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭാര്യയോടൊരു തമാശ പറയുന്ന എത്ര ആളുകളാ? നല്ല കഥ തമാശ പറയാൻ പറ്റിയ ചരക്ക അവിടെ സ്വഭാവമൊക്കെ ഉസ്താദെ എനിക്ക് മൈക്കുന്ന 3 മണിക്കൂർ ഞാൻ പറയും അവിടെ സ്വഭാവം. നിങ്ങൾക്ക് കുടുംബജീവിതം സന്തോഷകരമാകണോ? വിട്ടുവീഴ്ചയില്ലാത്തവർക്ക് കുടുംബജീവിതം സന്തോഷകരമാവുകയില്ല, ക്ഷമയില്ലാത്തവർക്ക് കുടുംബജീവിതം സന്തോഷകരമാവുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ മാത്രം സന്തോഷിപ്പിച്ചാൽ പോരാ. ചെറുപ്പക്കാരാ, നീയും നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കണേ. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ഇവിടുത്തെ ഉമറാക്കയുടെ കാര്യമല്ല, ഇത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയാ. 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുകളാണ്. ധീരനും വീരനും വീരനും വിജയീശുവുമായ നീതിയുടെ സമര പോരാട്ട പോർക്കളത്തില് വീരോധികാസം രചിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ്. എത്ര പാഠവാ ഉമർ തങ്ങളുടെ അടുത്ത് പഠിക്കാനുള്ളത്. ഏത് കാലഘട്ടക്കാർക്കും, ഏത് ഭരണാധികാരികൾക്കും, ഏത് തലത്തിൽപ്പെട്ടവർക്കും എത്ര സംഭവങ്ങളാ ലോകത്തിന് വന്നിട്ടുള്ളത്. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കല് ഒരു പെണ്ണ് വരികയാ. പെണ്ണ് വന്നിട്ട് പറയുന്നു, അല്ലയോ ഖലീഫ ഉമർ തങ്ങളെ, എനിക്കൊരു പരാതി പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൊയ്ന്തിനെ എനിക്ക് നീ വേണം. എന്ത് പറ്റി? എന്താണ് വേണ്ടി പറയുന്ന വർത്താനം? നിന്റെ ഭർത്താവ് നിനക്ക് അള്ള ഹൈറാക്കി തന്നു. എന്ത് ഹൈറ് തങ്ങളെ കുളിക്കൂല ചങ്ങായി. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല കുളിക്കൂല, മുടിയും വെട്ടൂല, കുളിക്കൂല, നഖവും മടിക്കൂല, മടിക്കൂല, ഒരു ജാതി കാട്ടിയ അടുക്കാൻ പറ്റുന്നില്ല. എന്തിനീ സാധനത്തെ, എന്തിനീ സാധനത്തെ ഒരു ഉപകാരം ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾ അതൊന്ന് ഒഴിവാക്കി ഇടപെട്ടൊന്ന് റെഡിയാക്കി തന്നെ. ഒരു പേക്കോലോ മൃതങ്ങൾ പറഞ്ഞു, നീ എന്ന് പോയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ മാറ്റി നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ചെറുപ്പക്കാരനെ വിളിക്കുക. അവൻ വരുന്ന കോലം കണ്ടപ്പോ തന്നെ സുബ്ഹാനല്ലാഹ്, ഒരു മല ഇളകി വരുന്നത് പോലെ. മുടിയും വെട്ടിയിട്ടില്ല, അവന്റെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്തൊരു കോലം. മുറതാൻ ചോദിച്ചോണ്ട് അവനെ കണ്ടിട്ട് പോകാത്ത അത്ഭുതമായിട്ട്. യവനെ കണ്ടിട്ട് പെണ്ണ് എന്നേ പോകേണ്ടത്, എന്ത് കോലോടെ പോയാ എന്നൊക്കെ വിളിച്ച് അവനോട് പറഞ്ഞ് അവനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയി. എന്നിട്ടൊരു ബാർബിളെ വിളിച്ചു. ബാർബിള വിളിച്ചിട്ട് മൂടി വെട്ടാ മൊത്തം വെട്ടി റാഹത്താക്കി, എല്ലാം ഉഷാറാക്കി. കുളിപ്പിക്കാൻ പറഞ്ഞു. കുളിപ്പിച്ചതെല്ലാം റാഹത്താക്കി, ഇതെല്ലാം ഡ്രസ്സൊക്കെ എടുത്തിട്ട് കോമളനാക്കി. അവ പെണ്ണ് വെളിയിൽ മാറിയിട്ടുണ്ട്. മൃഗങ്ങളെ കുറെ നേരമായി മോനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വല്ല രക്ഷയുണ്ടോ? കുറെ കഴിഞ്ഞു. മൂപ്പരെ കൊണ്ട് വന്നു. മൂപ്പരെ കൊണ്ടുവന്ന് പെണ്ണിന്റെ അടുത്ത് വന്നപ്പോൾ പെണ്ണ് ചോദിക്കുക, ഇങ്ങോട്ട് ഇറക്കി വിടാ സാധനത്തെ, നിങ്ങൾ ആ പേരെ കൂടെ നാറിപ്പോ. അയ്യാതി സാധനം ഓ മുമ്പിലാ നിൽക്കുന്നത്. ആളെപ്പോലും തിരിച്ചറിഞ്ഞില്ല. ഒന്ന് കുളിച്ച് വൃക്ഷായപ്പോ ഇതാണ് പെണ്ണേ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോ പെണ്ണ് ഞെട്ടിപ്പോയി. ചരിത്രം. സുബ്ഹാനല്ലാഹ്. നീയും സന്തോഷത്തോടെ പെണ്ണിനെ സമീപിക്കാനുള്ള മനസ്സുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൃത്തിയില്ലാത്ത കുടുംബജീവിതത്തിന് സന്തോഷമുണ്ടാവുകയില്ല. വൃത്തിയില്ലാത്ത കുടുംബജീവിതത്തിന് സന്തോഷമുണ്ടാവുകയില്ല. കാരണം നീ സമയങ്ങളിൽ മുടി കളയാനും അതുപോലെ നഖം മുറിക്കാനും വായുടെ ഗന്ധം മാറ്റാനും പ്രത്യേകിച്ച് കടപ്പുറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് അസഹ്യമായ പ്രയാസമാ. ചെറുപ്പക്കാരാ, നിനക്കറിയുന്നില്ല, ഒരു കൂട്ടുകാരനുണ്ട്, ആ വായ നാറുന്നടാന്ന് പറയും.
തരില്ല, ഒരാളും പറഞ്ഞു തരില്ല. മോശമായത് കൊണ്ട് അവൻ എന്തെങ്കിലും പ്രയാസം തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കിടപ്പറയിലേക്ക് ആ മുഖങ്ങൾ എടുക്കുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന നീരസം നിന്നോട് പറയില്ല. എന്റെ ഭർത്താവിന് ഇത് വിഷമമാകുമോ എന്ന് പറയില്ല. പെണ്ണേ, നീ ഒന്ന് ശ്രദ്ധിക്കണേ, നിന്റെ വായിലെ ദുർഗന്ധമുണ്ടല്ലോ, അത് ഭർത്താവിന് അലോസരമാ പൊന്നുമോള്. ഒരിക്കലും ഒരു ഭർത്താവ് ചിലപ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞോണമെന്നില്ല, നീ പോയി പല്ല് തേച്ചിട്ട് എന്ന് പറയൂല. അതുകൊണ്ട് രണ്ടുപേരോട് എനിക്ക് പറയാ സഹോദരങ്ങളെ, അതുകൊണ്ട് കടപ്പുറയിലേക്ക് കടന്നു ചെല്ലുമ്പോ വൃത്തിയോടെ സന്തോഷത്തോടെ അത്ര പൂശി എന്തെല്ലാം രൂപത്തിൽ നിനക്ക് ഭംഗിയാകാൻ പറ്റുമോ, പെണ്ണെ നിനക്ക് ഭംഗിയാകാൻ പറ്റുമോ? ആ ഭംഗിയോടുകൂടി നീ മണിയറയിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹു നിനക്ക് സന്തോഷം നൽകും, അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടുറപ്പ് നൽകും. ഇപ്പോഴത്തെ കുടുംബജീവം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വൽകൃതമാണ്. ഭർത്താവ് കയറി വരും, ആരും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനഃശാസ്ത്ര വിഭാഗം പറയുന്നു പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. വർത്താനം പറയില്ല, പറഞ്ഞാൽ പിന്നെ തെറിയും മറ്റേ സംഭവങ്ങൾ ഉടക്കും. വർത്താനം, നല്ല വർത്താനങ്ങൾ പറയാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം എന്താ? മൂപ്പര് കയറി വരുന്നതിന്റെ മൊബൈൽ പിന്നെ അങ്ങനെ മറിച്ചത് കയറി പോവാ, റൂമിലോട്ട് ബെഡ്റൂമിലോട്ട് കയറി പോവാ. ബിസിനസ് കാര്യമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, മക്കളോ അപ്പുറത്ത് മറ്റേ ലാപ്ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ ഒന്നാം തരം സീരിയലുള്ളപ്പോ പിന്നെ വേറെ വല്ല ശ്രദ്ധിക്കാൻ പറ്റുമോ? അതിന്റെ മുമ്പിലാണ് പരസ്പരം ചർച്ചയില്ല. ഒരു ടേബിളിന്റെ പരിസരത്ത് ഒരുമിച്ചുകൂടാനുള്ള മനസ്സില്ല. അഥവാ വന്നാൽ തന്നെ ഇയാൾ വന്നെന്നറിഞ്ഞോണ്ട് മൂപ്പരാട് പെണ്ണടുക്കള കയറിയിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് ടേബിളിന്റെ പുറത്ത് സൗണ്ടോട് കൂടി കൊണ്ടുപോകും. എന്തിനാ? മൂപ്പര് കേൾക്കാൻ വേണ്ടിയിട്ട് സാധനം പെടുത്തിയിട്ടുണ്ടെന്ന് കഴിക്കട്ടെ. അങ്ങനെ മൂപ്പരെങ്ങനെ വാഷ് ബേസിൽ കൈ കഴിയുമ്പോൾ വിചാരിക്കും കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അടുക്കളയ്ക്ക് അവള് കഴിച്ച് പിന്നൊരു കൈ കഴിയുമ്പോൾ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് അയാൾ പോവാ, പാത്രം എടുത്തോണ്ട് അങ്ങോട്ട് പോവാ. ഇതെന്താ സംഭവം? ഇതാണോ കുടുംബജീവിതം? പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ട് വീടുകളുണ്ട്. നമ്മൾ മാന്യന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നല്ലോ. കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ചിന്തിക്കാൻ പറയാം. അല്ലാഹു ആദരിക്കട്ടെ. അല്ലേ? നോട്ടത്തിൽ ഒരു കുറവില്ല. നോക്കിയ നല്ല കതറാണ്, നല്ല ഡ്രസ്സാണ്, നല്ല റാഡോ വാച്ച, പൊക്കമുള്ള ചെരുപ്പാ, അത്തറിന്റെ മണവാ, എല്ലാം ഒക്കെ പുഞ്ചിരി മുഖത്തുണ്ട്. എല്ലാരോടും നല്ല സംസാരവാ. വീട്ടിൽ അവസ്ഥ ചോദിച്ചാലോ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ? കോടിക്കണക്കിന് രൂപ മുടക്കിയ നിന്റെ വീടിന്റെ ശീതീകരിച്ച നല്ല ഹൈടെക് സംവിധാനമുള്ള ബെഡ്റൂം ഉണ്ടല്ലോ. എന്തെല്ലാം സംവിധാനമാ! നിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ തണുപ്പുള്ള ചെറിയ തണുപ്പോടുകൂടി സന്തോഷത്തിൽ ബ്ലാങ്കറ്റിന്റെ അടിയിലേക്ക് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കുടുംബജീവിതത്തിന്റെ നർമ്മരസമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോ ഒരു വീട്ടില്, ഒരു ബെഡ്റൂമില്, ഒരു ബെഡില്, ഒരു കിടക്കയില്, ഒരു വിരിപ്പില്, ഒരു തലങ്ങണിയില്, ഒരു മേനിയായി കിടന്നു ലയിക്കുമ്പോഴും മനസ്സുകൾ എത്ര അകലത്തിലാ, മനസ്സുകൾ എത്രയോ കിലോമീറ്ററുകൾ അകലത്തിലാ. മനസ്സോടടുപ്പമുള്ളവരെത്രയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായമുള്ള എത്രയോ ഉപ്പുപ്പമാരും ഉമ്മമാരും ആ പഴയകാലത്തിലെ നിർമ്മരസം ഇപ്പോഴും കൊണ്ടു നടക്കുമ്പോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ദമ്പതികൾ കാണുമ്പോ അവർക്ക് അത്ഭുതം തോന്നുകയാ. 90 വയസ്സായി തള്ളയുടെ ചിരിയും കളിയും കണ്ടിട്ട് കൊതിയാവുക. കല്യാണം മെനിയാന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മൂപ്പർക്ക് 85 വയസ്സായി. എന്തോ രസാ, മൂപ്പര് വരാതെ ഭക്ഷണം കഴിക്കൂല. ഈ അടുത്ത സമയത്ത് ഞാന് കരുനാഗപ്പള്ളി ജോലി, ടൗണിന്റെ അടുത്ത് ജോലി നോക്കിയിട്ടുണ്ട് ഒരു വീട്ടില്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കുടുംബനാഥനെ ഞാൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ. മൂപ്പര് ഇരിക്കുന്നില്ല. ഇരുന്നോളി ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, ഭക്ഷണം ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്. അല്ല പക്ഷേ അതവ് കൊണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല, എനിക്കറിയാം. കാരണം മൂപ്പര് എനിക്കറിയാലോ. ഒരു തരത്തിൽ വിളിച്ചിട്ട് കാര്യം പറയും മനുഷ്യൻ. നിങ്ങൾക്ക് എന്താ ഇതുണ്ടോ? ഇരിക്കാൻ പറ്റാത്ത പ്രായമുണ്ടോ? മെല്ലെ എന്റെ ചെവിയിൽ പറയാം, ഞാൻ എന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചാ കഴിക്കല്. ശ്രദ്ധിക്കണേ, ഞാൻ കഴിച്ചു പിന്നെ ഓള് കഴിക്കൂല, ക്ഷീണിച്ചു പോയി. എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, ഇരുന്നു പോരുത്, ഇവിടെ നമ്മളെ റൂട്ട് മാറ്റി, ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം. എനിക്ക് കേട്ടപ്പോ വലിയ സന്തോഷമായി. നിങ്ങൾ അങ്ങനെ ഒരു വീടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടോ?
ഭാര്യക്ക് ഭക്ഷണം കഴിച്ചോന്നൊന്ന് ചോദിക്ക. നീ കഴിച്ചോ മോളെ, നീ കഴിച്ചോടി, ഏയ് ഇത് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്നൊന്ന് ചോദിക്കാൻ വെട്ടി വിഴുങ്ങുന്ന പറയാ നിന്റെ കുമ്പ ഈർപ്പിക്കുന്നവരെ നീങ്ങ ഒക്കെ വിട്ടതിന് ശേഷം ഏമ്പുളിയൊക്കെ പോയതിനു ശേഷം ചിലപ്പോ നീ എന്നെ കഴിച്ചോ സംസാരിക്കാൻ തന്നെ വയ്യ. എന്ത് ചോദ്യം നാണുണ്ടോ നിനക്ക് വെച്ച് വിളമ്പിത്തുന്ന ആ പെണ്ണിനെ വീടിരി അല്ല അടുക്കള ജോലി. അവളങ്ങനെ പറയും, അവളങ്ങനെ അടുക്കള ജോലി ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ നീ ആ വിളിച്ചാലുണ്ടല്ലോ ആ ദിവസമായിരിക്കും ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ദിവസം. നീ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഒരു ദിവസം ഭക്ഷണം വാരി കൊടുക്കേണ്ടവളാ, വാരി കൊടുക്കേണ്ട മഹാനായ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു വെച്ചിട്ടുള്ള ഒരു പാത്രം, ആ പാത്രം ആയിഷ ബീവി എടുത്തിട്ട് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്ക്. എന്താണ് ആയിഷ ബീവിയെ അവിടെ നോക്കുന്നത്? നബി എവിടെയാണ് ചുണ്ടു വെച്ചത് ഞാൻ നോക്കുകയാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല. നമ്മൾ നോക്കും പഹയൻ എവിടെ വെച്ച അതിന്റെ ഓപ്പോസിറ്റ് വെക്കാനാ. കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും പഹയന്റെ ചുണ്ട് എവിടെ വെച്ചത് അതിന്റെ ഓപ്പോസിറ്റ് വെക്കാനാ. ശരിയാവില്ല, ഇടപാട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ കുടിച്ചിട്ട് പോയപ്പോ ആയിഷ എവിടെയാ കുടിച്ചതാ അങ്ങോട്ട് ചുണ്ടൊന്ന് അടുപ്പിച്ച് വെക്കാനാ. ആ സന്തോഷം ഇവിടെ ജീവിതത്തിലെ സന്തോഷമല്ലടെ ഏറ്റവും വലിയ സമ്പത്ത്. കോടികൾ വാരി കൂട്ടിയിട്ടും സമാധാനമുണ്ടോ? ഉറക്കഗുളി കടിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത എത്ര മുതലാളിമാരാ പണത്തിന്റെ പുറത്തു കിടക്കുന്നവർ. കുടുംബ ജീവിതത്തിന്റെ ശിഥിലമാകുന്ന അന്തരീക്ഷങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ എത്ര ഹാജിയമാരാ. നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ കേൾക്കുന്നുണ്ടോ? പല ആളുകളും പറയും ഉസ്താദേ എനിക്ക് ഒരുപാടുണ്ട്, അവിടെയുണ്ട് ഇവിടെയുണ്ട് മറ്റെടുത്തുണ്ട് ഒക്കെ സംഭവം. പക്ഷേ വലിയ വിഷമത്തിലാ ഉസ്താദേ. എത്ര ആളുകൾ. എന്താ വിഷയം? പറയേണ്ട അവളുടെ കാര്യം തന്നെ. എന്താ ചെയ്യാ? ഉത്തരവാദിത്വമില്ല, പറഞ്ഞാൽ കേൾക്കൂല. അല്ലാഹു തആല നല്ല കുടുംബിനികളെ തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ലെറ്ററുകളും വായിച്ചപ്പോ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കണം സംഭാവന. പണ്ട് മുറാദ് ഹാസിലാവാനാ സംഭാവന. ഇപ്പോഴോ ഭർത്താവിന്റെ കള്ളുകൂടി മാറാൻ. പേര് പറയില്ല, പേര് പറഞ്ഞാൽ പിന്നെ അവിടെ അന്ന് ബദറായില്ലേ, ഊത് ബന്ധമൊക്കെ ഒരുമിച്ച് നടക്കും. പിന്നെ ഒരിക്കലും കുടിക്കേണ്ടി വരില്ല, കുടിക്കുന്ന കാണേണ്ടിയും വരില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു സഹോദരി ദുആ ചെയ്യാം ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം മാറാൻ എന്ന് പറഞ്ഞ്. ഇനി അത് എഴുതിക്കൊണ്ടുവന്ന് ആരും തരാതിരിക്കണ്ട. ഏയ് നിങ്ങളെ കുറിച്ചൊന്നും അല്ല, അത് ദൂരെയുള്ള ആളിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചൊന്നും അല്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി. അള്ളാഹു നല്ല ഇണക്കം പെരുമാറാകട്ടെ. എല്ലാ പിണക്കങ്ങളും അള്ളാഹു മാറ്റി പെരുമാറാകട്ടെ. അതുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങൾ എവിടെ ഇല്ലാത്തത്? എവിടാ പ്രശ്നമില്ല നിങ്ങൾ പറയും പ്രശ്നമില്ലാത്തൊരു കുടുംബ ജീവിതം. ആദ്യം പറഞ്ഞ പോയിന്റ് അതാ. ശിഥിലമായി പോകുക എന്ന ഒരു അർത്ഥത്തിനല്ല, ഒരു ചെറിയ അസാരസ്യങ്ങളില്ലാത്തൊരു ജീവിതം അല്ലാഹുവിന്റെ ഭൂമിയിലില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പോലും ചെറിയ രസാഹമായിട്ടുള്ള നല്ല നർമ്മരസമുള്ള ചെറിയ കൂട്ടിമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം എത്ര വിശാലമാണ്. പക്ഷെ അതിനെ പരിഹരിക്കാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയം എങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പരിഹരിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വിഷയം ഒന്ന് പറയരുത്, ചിലപ്പോൾ മറന്നു. കൊച്ചു തൊട്ടിയിൽ കിടക്കുക, കരയുന്നു, ഉറക്കം ഉണന്നു. ഓള് കിടത്തിയിട്ട് അടുക്കളയിൽ അനക്ക് ഞണ്ണാൻ പോയതാ. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആളോള് ഉറക്കി കിടത്തിയിട്ട് 1/2 മണിക്കൂർ പണിയെടുത്ത് ഉറക്കി കിടത്തിയിട്ട് പോയത്. കൊച്ചുണന്നു. നീ രാവിലെ ലോക വാർത്ത വായിക്കാൻ മാലമേ കാലിൽ കയറ്റി വെച്ചിട്ട് പിന്നെ എവിടെ ഇരിക്കുന്നത്? സിറ്റ് ഔട്ടിലിരിക്കും. നാണുണ്ടോ? കൊടുക്കണ്ട പായന്റെ തലയ്ക്ക്. എന്തിനാ കോച്ചിനെ ആട്ടാൻ? അവൾക്ക് എന്താ പണി? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടതാണ്. അവൾ ഉറക്കെടുത്തിട്ട് പോയതാ. എന്താ പഞ്ചായത്ത് കൊച്ച? എടാ ഇത് അവളോട് നല്ല കൊച്ചല്ലേ? നിനക്കെന്താ കൈക്കെന്താ ഒടിവുണ്ടോ? നീ ആട്ടിയാൽ ആടൂല, നീ പാടിയാൽ പാട്ട് വരൂല. നിനക്ക് പാട്ടൊക്കെ അറിയാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നീ ആട്ടിയാൽ കൊച്ചുറങ്ങും. ഒരു ചെറിയ നല്ല മനസ്സുള്ള ഒരു ഭർത്താവ് എന്താ ചെയ്യാ? കുഞ്ഞുങ്ങോട്ട് കുഞ്ഞുക ഉണമെന്ന് പറഞ്ഞാൽ പത്രം എടുക്കും. എന്ത് പത്രം? ഇതിനേക്കാൾ വലിയ പത്രം വരണ്ടോ? പോകും റായത്തായിട്ട് ആ റൂം തുറന്നിട്ട് ഇള്ള അറിയാവുന്ന ആ പാട്ട്, പഴയ പാട്ട് ഏതായിരുന്നു മേടിച്ചില്ല ഒക്കെ പാടിയിട്ട് 2 ആട്ടാട്ടും. കുഞ്ഞ് പേടിച്ചെങ്കിലും ഉറങ്ങും. പാട്ട് കേട്ടിട്ട് നീ പാടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പാട്ട് കേട്ട് കുഞ്ഞുറങ്ങും. അപ്പൊ ചിലപ്പോ നിന്റെ ഭാര്യ ഓടി വരും. രംഗം പറയാനാ ഞാൻ പറഞ്ഞത്. ഭാര്യ ഓടി വരും, കുട്ടി
തുടങ്ങിയിട്ടില്ല, ഭർത്താവ് ചിലപ്പോൾ വന്നിട്ടില്ല എന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ഓടി വരും. പെട്ടെന്ന് ആ അടുപ്പത്ത് കിടന്ന പാത്രത്തിന് അടപ്പം നീക്കിയിട്ടോ അല്ലെങ്കിൽ തിളച്ചു പോവാതെ എന്തായിരുന്നാലും അതൊക്കെ വെച്ചിട്ട് ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൊട്ടിലിന്റെ ചരട് പിടിച്ച് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ആട്ടുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവള് നിന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി തൂകുന്നൊരു വല്ലാത്തൊരു രംഗമുണ്ട്. സന്തോഷത്തോടെ പുഞ്ചിരി. കോടികൾ മുടക്കിയാലും കിട്ടാത്തൊരു പുഞ്ചിരി ഉണ്ടല്ലോ, കോടികൾ മുടക്കിയാലും കാണാൻ പറ്റാത്തൊരു തീമുണ്ടല്ലോ. അതാണ് കുടുംബജീവിതത്തിന്റെ നറുമരസം. സന്തോഷമുള്ള കൂട്ടുമുട്ടല, സന്ദേഹമില്ലാത്ത ഒരുമിച്ച് കൂടല, സന്തോഷം പങ്കിടുമ്പോഴും ദുഃഖം പങ്കിടുമ്പോഴും മുതൽ പങ്കാളികളാവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബവുമില്ല, പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബവുമില്ല. ഒബാമ കേട്ടിട്ടുണ്ടോ? റളിയല്ലാഹു പറയല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ സാധനം ലോക പോലീസാകുന്ന ഒബാമയും മിഷേലും തന്റെ വൈറ്റ് ഹൗസിൽ ഇരിക്കുമ്പോ ഭയങ്കര ഒച്ചയുമ്പോഴും പോലീസുകാര് ഈ അടുത്ത് പത്രത്തിൽ വന്നൊരു കേസാണ് ഞാൻ പറയുന്നത്. ഭയങ്കര നിരീക്ഷണ സംവിധാനങ്ങളും റഡാറും മറ്റുള്ള എപ്പോഴും ഇങ്ങനെ ഇന്ത്യയില് പൊട്ടിക്കുക, അതിനപ്പുറത്തൊന്നും അവർക്കില്ലല്ലോ. എന്തായിരുന്നു അള്ള സമാനം തരട്ടെ. അങ്ങോട്ടൊന്നും പോയി വരാൻ പറ്റൂല, പലതും ഞാൻ പറഞ്ഞു പോകും. എന്താ പറഞ്ഞ മനസ്സിലായി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര ഒച്ചയും ബഹളവും, എന്തൊക്കെയോ വന്ന് വീഴും. ബോംബാണോ എന്ത് സ്ഫോടനമാണെന്ന് അറിയാൻ പറ്റില്ല. പോലീസുകാരോടി ആ ജനല് അല്ല എന്റെ കർട്ടൻ മാറ്റി, പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറാൻ പറ്റൂല. പ്രൈവറ്റ് റൂമല്ലേ, ലോക പോലീസല്ലേ, വൈറ്റ് ഹൗസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമല്ലേ, അതിന്റെ ജനാലയുടെ കർട്ടൻ അങ്ങോട്ട് മാറ്റിയപ്പോ നിങ്ങൾ ഇത്താത്ത ഇക്കായിട്ട് പറക്കി എറിഞ്ഞിട്ട് പ്രശ്നമാ. നീ ഇങ്ങളെയൊന്നും ഞാന് മിഷേലിത്താത്ത മിസൈലല്ല മിഷേൽ മൂപ്പരോ നീഞ്ഞു വായിനി. ഞാൻ ഒരേ സ്ഥലത്ത് പോകുമ്പോ എന്റെ പള്ളിക്കാരാ നീ വാ, ഇത് തന്നെ ഇങ്ങനെ തന്നെ എഴുതിയത്. ഭയങ്കര ഉടക്ക്. പട്ടാളക്കാർ കേട്ടിട്ട് ചിരിച്ചവര് തിരിച്ചു പോയി. എവിടാ നടക്കുന്നത്? അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണത്തിന്റെ പവറും അധികാരത്തിന്റെ ദണ്ഡമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുടുംബജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾ എവിടെ ഉണ്ടാകും? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി, സ്വർഗത്തിലെ തമ്പുരാട്ടിമാരുടെ തമ്പുരാട്ടിയായ മഹദിയായ ആയിഷത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹാ, ഹബീബായ പ്രവാചകൻ പുറത്തുപോയി. അപ്പോ ആയിഷ ബീവി മാത്രമേ വീട്ടിലുള്ളൂ. തൊട്ടപ്പുറത്തൊരു ഭാര്യ അങ്ങോട്ട് നടന്നു വരുന്നു. കയ്യിലൊരു പാത്രമുണ്ട്, പാത്രത്തിൽ നല്ല പായസം. ആയിഷ ബീവി ചോദിച്ചു, ഇന്നത്തെ വീടുമ്പോഴാണ് നിങ്ങൾ ഇവിടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അന്ന് വസിക്കേണ്ടത് കിടക്കേണ്ടത് എവിടെയാണ്? അടുത്താണ്. അപ്പുറത്തെ വീട്ടിലെ ഒരു ഭാര്യയാണ് വരുന്നത്. കയ്യിലൊരു പാൽപായസ പാത്രമുണ്ട്. ആയിഷ ബീവി, പെണ്ണുങ്ങളുണ്ടല്ലോ, എന്താ പരിപാടി? അല്ല, ലേശം പായസം അത് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നുണ്ടാക്കി എനിക്ക് ആഗ്രഹിച്ചു. ശരി, എൻ്റെ വീട്ടിൽ വരുമ്പോൾ കൊടുത്താൽ മതി. ഇവിടെ ഞാനുള്ളത്, ഞാൻ മോനെ പായസം കൊടുത്ത് പോയിക്കോളാം. അന്നെ മാത്രല്ലല്ലോ, എന്നെ കൂടെ ഭർത്താവല്ലേ, ഞാൻ കൊടുക്കും. അങ്ങനെ ചെറിയ കുന്തായി തള്ളായി പാത്രത്തിൽ പിടിച്ചു. പാത്രം താഴെ വീണുപോയി, പാത്രം പൊട്ടിപ്പോയി, പായസം തറയിൽ വീണുപോയി. ആ ക്ലൈമാക്സ് സമയത്ത് തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാ. കടന്നു വരുമ്പോ ആയിഷ ബീവി പരിഭ്രമിക്കുകയാ, അപ്പുറത്ത് നിൽക്കുന്ന ഭാര്യയും പരിഭ്രമിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും ചോദിച്ചില്ല. രണ്ടുപേരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുത്തു. താഴെ കിടക്കുന്ന പാത്രം കണ്ടപ്പോ, ആ ഉടഞ്ഞു പോയ പാത്രം കഷ്ണം കണ്ടപ്പോ, താഴെ കിടക്കുന്ന പായസം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. അതല്ലയോ യുക്തിയുള്ള ഭർത്താവ്, അതല്ലയോ ബുദ്ധിയുള്ള ഭർത്താവ്. അവിടെ കരോട്ട കാണിച്ചില്ല ചെറുപ്പക്കാരാ, അസഭ്യം പറഞ്ഞില്ല ചെറുപ്പക്കാരാ, തോന്നിവാസമല്ല
പറഞ്ഞില്ല, ഒരു മോശമായ വാക്ക് പറഞ്ഞില്ല, ഒരു മോശമായ നോട്ടം പോലും നോക്കിയില്ല, ഇത് ശരിയായില്ല എന്ന് പോലും പറഞ്ഞില്ല. സൈലന്റ് ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ടത് എങ്ങനെയാണെന്നറിയുമോ? നിസ്സാര കാര്യത്തിന് കുടുംബജീവിതത്തെ ശിഥിലമാക്കുന്ന ആധുനിക യുവാക്കളും യുവതികളും എന്ന് ചിന്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഉടഞ്ഞു കിടക്കുന്ന പാത്രത്തിന്റെ ചീളുകൾ ഒന്നൊന്നായി പറക്കിയെടുക്കുകയാ. എന്നിട്ട് ആ പായസം അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് വടിച്ചു കോരുകയാ. അല്ലാഹുവിന്റെ റസൂൽ വടിച്ചു കോരുകയാ. ആ പാത്രത്തിന്റെ ഘട്ടങ്ങൾ സഹോദരങ്ങളെ, മുത്തുനബിതങ്ങളിൽ ലോകനായകൻ ഈ പ്രവർത്തനം ചെയ്യും. ആയിഷ ബീവി കണ്ടപ്പോ ആയിഷ ബീവിയുടെ മനസ്സിൽ അതിന് കുറ്റബോധമുണ്ടായി. സൈലന്റ് കറക്ഷൻ, ഒന്നും മിണ്ടാതെ തന്നെ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് അവർക്ക് അതിൽ പശ്ചാത്തപിക്കാനുള്ള അവസരം കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മറ്റേ ഭാര്യയ്ക്കും തോന്നിച്ചേ, ഞാനത് കൊണ്ടുവരേണ്ടിയില്ലായിരുന്നു, ആയിഷാവിക്ക് തോന്നി ഞാനത് ചെയ്യേണ്ടിയില്ലായിരുന്നു, അള്ളാന്റെ റസൂലിനെ കൈകൊണ്ടെടുക്കുന്ന ഒരു അവസ്ഥ കുറച്ച് വിഷമായി. ഭാര്യ എന്താ, ഞാൻ ഈ കുഴപ്പത്തെ എല്ലാം കാരണം ഞാൻ കൊണ്ടുവരണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും തോന്നിയത് ഉണ്ടാക്കി രണ്ടോക്കെ സംഭവത്തെ. അതിനുശേഷം പിന്നെ ചർച്ച പോലും ഇല്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ കാര്യം. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെയോ, ഏതൊക്കെ മേശപ്പുറങ്ങളിൽ, ഏതൊക്കെ കുടുംബങ്ങളിൽ, ഏതൊക്കെ കുടുംബ, ഈ അടുത്ത ഒരാൾ പറയാം, കുടുംബ കോടതിയിലെ ജഡ്ജി ഹൈക്കോടതിയിൽ പോയി ഭാര്യയുമായിട്ടുള്ള പ്രശ്നം എന്താ, കാരണം എന്താ, മൂപ്പർക്ക് 6000 കേസുകളാണ് കുടുംബ കോടതിയിൽ, ഭാര്യ എടുത്തില്ല, ആരോ പറഞ്ഞില്ല എന്നുള്ള കുടുംബ കോടതിയിൽ മൊത്തം കേസാ. അപ്പൊ ഭാര്യ സമയമില്ല, ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. കുടുംബ കോടതിയിൽ ആ കഥകൾ നിറഞ്ഞ പല ലെറ്ററുകളും അപേക്ഷകളും തർക്കവും സുബ്ഹാനല്ലാഹ്, അതിന്റെയൊക്കെ മുരടന്വേഷിക്കും. അതാണ് രസം. പിന്നുണ്ടായത് എവിടെ നിന്നാ തുടങ്ങിയെന്ന് അന്വേഷിക്കുമ്പോ ചിലപ്പോ ചോറിന് ചിലണ്ടാവും. തുടക്കമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിലോ ഭാര്യ വീട്ടിൽ പോകാൻ ചോദിച്ചു, അതാ തുടക്കമാണ്. പിന്നെ അന്വേഷിച്ചുണ്ടായി ഒന്നും വിഷയങ്ങൾ സമയമില്ല. ശിഥിലമായ ആ ഒരു പിന്നെ പ്രശ്നങ്ങളുണ്ട്, സങ്കീർണതകളെ കുറിച്ച് പറയുന്നില്ല, തുടക്കമാണ് പറയുന്നത്. അതാ തുടക്കത്തിൽ തന്നെ ബുദ്ധിപരമായി ഇടപെടാനുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ ഭാര്യയിൽ നിന്നാണ് ഉണ്ടായത്. ഞാൻ എടുത്ത് ഒരു കോൾ വന്നു, രാത്രിയിൽ ഒരു കോൾ വന്നു. ഞാൻ ചോദിച്ചു, ആരാ? പെട്ടെന്ന് പോകണം ഉസ്താദേ, ഇനി പോവാ. ആരാ? എന്റെ ഭാര്യയിൽ വിളിച്ചു. എനിക്കത് രസമായിട്ടും തോന്നി, ചിന്തിക്കാനും തോന്നി. ഭാര്യ വിളിക്കുകയാണെന്ന് പെട്ടെന്ന് ആ മൂപ്പര് ഭാര്യയിൽ വിളിക്കുകയാണ്, ഞാൻ പോട്ടെ. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതവുമായി നാം ഒന്ന് കമ്പാരിസൺ ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്നങ്ങളുടെ മുരടുകൾ മാത്രം, ചെറിയ നിസാരമായ വിഷയങ്ങൾ വലിയ സങ്കീർണതകളുടെ ത്വലാഖിന്റെ വിവാഹമോചനത്തിന്റെ വക്കിലെത്തുമ്പോ നിസാരമായ കേസ്. എന്താണ് കേസ്? ഒരു ഉദാഹരണം പറഞ്ഞാല്, എനിക്കിന്ന് വീട്ടിൽ പോകണം, അമ്മയ്ക്ക് പനിയാണ്, ഒരാഴ്ചയായി, ഞാൻ മൂപ്പര് എടുത്തടിച്ച്, നിനക്ക് ഇത് വാതറന്നാ ഇതന്നെയല്ലേ പറയാനുള്ളൂ, നിനക്ക് 5-6 ദിവസം അടങ്ങി ഇവിടെ നിന്നൂടെ, അത് പിന്നെ പോയിക്കൂടെ, അങ്ങനെ ഭയങ്കര ചൂടാ. ഞാൻ പോവും. ആര്? ഇപ്പുറത്തെ ഗോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പോവും. ആ കാണട്ടെ നീ പോകുന്നത്. ഞാൻ പോവും. മുടക്കായി, വർഷമായി. മറിച്ച് നീ ജോലിയൊക്കെ കഴിഞ്ഞ ഒരാഴ്ച ജോലി പുറത്തായിരുന്നു, കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, നിനക്കും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അതുപോട്ടെ, എന്താവട്ടെ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ആ പോകുമെന്ന് പറഞ്ഞ സമയത്ത് സന്തോഷകരമായിട്ടൊന്ന് ഇടപെട്ട അനന്ത നിനക്ക് പോയിക്കൂടെ? ഇവിടെ നോക്കണേ, ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, ഞാൻ ഒന്ന് മാത്രം പറഞ്ഞുതരാം. നിനക്ക് പോയിക്കൂടെ? അത് കേട്ടാ മതി. പോകല് പിന്നല്ലേ, വിടല് പിന്നല്ലേ. പോണോന്ന് പറഞ്ഞപ്പോ സന്തോഷം. ആ പിന്നെ എന്ത്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും കൂടെ വരാൻ. ആയിക്കോട്ടെ, സംഭവം കഴിഞ്ഞു. നമ്മളെ ഇടപെടുന്ന വിഷയങ്ങൾ സഹോദരങ്ങളെ എടുത്തുചാട്ടത്തിന്റെയും അക്ഷമതയും ക്ഷമയില്ലാത്തൊരു സാഹചര്യവുമായതുകൊണ്ട് ചെറിയ വിഷയങ്ങൾ, നിസാരമായ വിഷയങ്ങൾ വലിയ നീരസമുണ്ടാക്കുന്ന ഒരു തീരത്തെ കൊണ്ടെത്തിക്കുകയാ. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ വിഷയം കൂടി തൽക്കാലം പറയാം, ഇനി ബാക്കിയുള്ളത് 10 മിനിറ്റ്. ചെറിയ വിഷയം പെട്ടെന്ന് പറയാം. എന്തിനാണ് ഇത് പറയുന്നത്? ഭർത്താക്കന്മാരെ പെണ്ണെ നീ വഞ്ചിക്കരുത്.
ഭാര്യമാര് ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും വഞ്ചിക്കാൻ എന്തോ അപകടം. എങ്കിലും കാലഘട്ടത്തിലെ കണക്കെടുക്കുമ്പോൾ പെങ്ങന്മാരെ നിങ്ങളോട് പറയാന്നുള്ള ഒരുപാട് ഉദാഹരണം പറയുന്നു. ഒരൊറ്റ വിഷയം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൃശ്ശൂർ ജില്ലയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, സാധാരണപ്പെട്ട ഒരു കുടുംബത്തില് വളരെ സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വീട്ടിൽ ഉമ്മയിപ്പയും പ്രായമുള്ള ഉമ്മയിപ്പയും തൊട്ടടുത്ത വീട്ടിലെ നമ്പർ വെച്ചുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ വിളിക്കുകയാ. ആ വീട്ടിലൂടെ ആളിനെ മനസ്സിലാകാതെ അന്വേഷിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ അതാ ഇറങ്ങിപ്പോയതിന്റെ മനോദുഃഖത്താൽ പ്രിയപ്പെട്ട പിതാവും പ്രിയപ്പെട്ട മാതാവും അവരുടെ ഹൃദയം പൊട്ടി മരിച്ചുപോയെന്ന് ആ വല്ലാത്ത താങ്ങാൻ പറ്റാത്ത വാർത്തയാ പെണ്ണ് കേൾക്കുന്നത്. സഹോദരങ്ങളെ, അവിടെ നിന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഒരു സ്ത്രീ കടന്നു വരികയോ, എന്തിനാ നീ കരയുന്നത്? കാര്യങ്ങൾ അവളോട് ഏറ്റു
വിസിട്ട് പറയുകയാ. അവൾ പറയുന്നു രാത്രി ഇവിടെ നിൽക്കരുത്, പ്രശ്നമുള്ള ഏരിയ, എന്നോടൊപ്പം വരൂ, ഞാൻ പ്രൊട്ടക്ഷൻ തരാ. അവള് കൊണ്ടുപോയി. അവൾ ആരെന്നറിയുമോ? സച്ചറക്കത്തിലെ പെണ്ണ്, വ്യഭിചാരം നടത്തുന്ന, മാംസക്കച്ചവടം നടത്തുന്ന നാട്ടിലെ പ്രമുഖയായിട്ടുള്ളൊരു പെണ്ണ്. അവള് കൊണ്ടുപോയി അവളെ കുറെ നാൾ വിറ്റ് കാശാക്കി. സഹോദരങ്ങളെ, അവസാനം എങ്ങനെയാ കാര്യങ്ങൾ പുറത്തു വന്നതെന്നറിയുമോ? മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള ചൂഞ്ഞാറുന്ന ഓടയുടെ സൈഡിൽ ഇങ്ങനെ കിടക്കുകയാ. ആ ചൂഞ്ചലത്തിൽ കിടക്കുന്നവര് ബോഡി കാണുകയാ. മരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ബോഡിയാ, ഒരു പെണ്ണിന്റെ ശരീരമാ. ആളുകൾ കൂടി വർക്കല എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള വർക്കല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ അടുക്കലേക്ക്, ആ പെണ്ണിനെ കാഴ്ചക്കാരായി നിൽക്കാതെ മറ്റുള്ള ആളുകളുടെ സഹായത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാ. സഹോദരങ്ങളെ, അവന്റെ നമ്പരും കൊടുത്ത് നാട്ടിലേക്ക് കടന്നു പോയല്ലോ. ഡോക്ടർമാർ ട്രീറ്റ് ചെയ്ത് ഉടൻ തന്നെ ഫോൺ വിളിക്കുകയാ. ഈ പെണ്ണിന്റെ വിലാസം എവിടെയാ? ഈ പെണ്ണ് ആരെന്നറിയുമോ? ഈ പെണ്ണിന്റെ അസുഖം എന്താണെന്നറിയുമോ? അവൾ കണ്ണു തുറന്നിട്ടുണ്ട്. അവൾ ഒന്നാന്തരം എയ്ഡ്സ് രോഗിയാ. അവള് മരിക്കാൻ പോവുകയാ. ആവലാതിയോടെ വേവലാതിയോടെ ആ ചെറുപ്പക്കാരൻ ഓടി വന്നപ്പോ അവള് അതാ ചെറിയ ജീവനും നിലനിൽക്കുന്നല്ലോ. മെല്ലെ മെല്ലെ അവനോട് പറഞ്ഞ വർത്തമാനങ്ങളാ സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പെണ്ണേ, അല്ലാഹുവിന്റെ കഠിനക്കടോരമായ ശിക്ഷ ഭർത്താക്കന്മാരെ വന്ദിക്കല്ല പെണ്ണുമോള്. നിന്റെ കാമുകനാ പൊന്നുമോള്, വാക്കുകൊണ്ട് വന്ദിക്കല്ല പൊന്നുമോള്, പ്രവൃത്തി കൊണ്ട് വന്ദിക്കല്ല പൊന്നുമോള്. ചെറുപ്പക്കാരാ, അല്ലാഹു പാവപ്പെട്ടവനായ പെണ്ണിന്റെ ഉപ്പതിന്റെ കൈപിടിച്ചേൽപ്പിച്ച അമൂല്യമായ സ്വത്തല്ലയോ നിന്റെ പ്രിയപ്പെട്ട സഹോദരമണി, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവളാ. അതുകൊണ്ട് ഒരുപാട് കാമുകളുമായിട്ട് കറങ്ങി നടക്കല്ല ചെറുപ്പക്കാരാ. വഴിവിട്ട ബന്ധങ്ങൾ നടത്തല്ല ചെറുപ്പക്കാരാ. മുമ്പിൽ നീയും സമാധാനം പറയണം. അല്ലാഹുവേ, നീ കാക്കണേ അല്ലോ, നീ കാക്കണേ.